എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനവും സ്വാഗതവും ഈ സഭായോഗത്തിലേക്ക് അരുളുകയാണ്. കഴിഞ്ഞ ഒരാഴ്ചയിൽ ദൈവത്തിന്റെ കാര്യത്തില് സ്നേഹം നമുക്ക് ആസ്വദിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ കരുതൽ ഓരോ ദിവസവും വളരെ വിശേഷതയുള്ളതാണ് എന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അനുഭവങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം നമ്മെ കരുതുന്നു, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം സൂക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ദൈവസഭയിൽ ഈ വിധത്തിലായിരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ സാക്ഷ്യം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് പുകഴുവാനുള്ളത്, അവന് പറയുവാനുള്ളത്, ദൈവം എന്നെ താങ്ങിയതുകൊണ്ട്, ദൈവം എന്നെ കരുതിയതുകൊണ്ട്, ദൈവത്തിന്റെ കൃപ എനിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. എന്നാൽ പുറമേയുള്ളവർ, നാം ജാതികളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജനം, അവർക്ക് അങ്ങനെ പറയണമെന്ന് നിർബന്ധമില്ല. അവർ കഴിച്ച ആഹാരത്തിന്റെ ബലം കൊണ്ട്, അവർ കഴിച്ച മരുന്നിന്റെ സവിശേഷതകൾ കൊണ്ടും, അവർ ചെയ്ത എക്സസൈസിന്റെ ഗുണം കൊണ്ടും, അവര് ശ്രദ്ധയോടെയൊക്കെ ജീവിച്ചതുകൊണ്ടും, അവരുടെ കഴിവുകൾ കൊണ്ടൊക്കെ ജീവിച്ചതായിട്ട് അവർ പറയാനായിട്ട് ഒരുപക്ഷെ സാധ്യതയുള്ളൂ. എന്നാൽ നമുക്ക് ദൈവസഭയിൽ വരുമ്പോൾ പറയാനുള്ളത്, നാം കഴിച്ച ആഹാരത്തിന്റെ വേഗം കൊണ്ടായിട്ടോ, നാം ഓടിച്ച വാഹനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിന്റെ മികവ് കൊണ്ടോ, നമ്മുടെ എക്സസൈസിന്റെ പ്രത്യേകതകൾ കൊണ്ടോ, നമ്മുടെ പ്രാർത്ഥ വീടിന്റെ സുരക്ഷിതത്വം കൊണ്ടോ ഒന്നുമല്ല നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. യഹോവ പട്ടണം കാത്തു, ദൈവം നമുക്ക് കൃപ നൽകി, ദൈവം നമ്മെ സംരക്ഷിച്ചു. നമുക്ക് കൊടുക്കുവാനുള്ള മഹത്വം ദൈവത്തിനാണ്, നമുക്കുള്ളതല്ല. ദൈവം എന്നെ അനുഗ്രഹിച്ചതുകൊണ്ട്, ദൈവം എന്നെ സഹായിച്ചതുകൊണ്ട്, ദൈവം എന്നോടൊപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവസന്നിധിയിലായിരിക്കുന്നു. നമുക്ക് ആ ചിന്തയോടെ, ആ നന്ദിയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്യട്ടെ. നമുക്ക് തുടർന്ന് ദൈവവചനത്തിന്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം. ഇന്ന് പകൽക്കാലം ഞാൻ തുടങ്ങി വെച്ച ആ വിഷയത്തിന്റെ തുടർച്ച ഇന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന്റെ മറ്റ് ചിന്തകളും ആശയങ്ങളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജോൺ സമൂൽ സാറ് നമ്മളോട് അത് തുടർന്ന് സംസാരിക്കും. ഇന്ന് ഞാൻ നിങ്ങളോട് തുടങ്ങി വെച്ച വിഷയം തുടർന്ന് അത് ഇന്ന് അവസാനിപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിച്ചത് ലോകാവസാനം എന്നുള്ള വിഷയമാണ്. ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകുമോ? ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ടോ? ഇതെവിടെയെങ്കിലും ചെന്ന് അവസാനിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ പല വിധത്തിലുള്ള ഉത്തരങ്ങൾ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അതിലെ പ്രബലമായ ചിന്താഗതികൾ, വീക്ഷണങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സെക്യുലർ ആയിട്ടുള്ള ഒരു ചിന്താഗതിയും മറ്റ് രണ്ടെണ്ണം ബിബ്ലിക്കലായിട്ട് അല്ലെങ്കിൽ ദൈവശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണവുമാണ്. അതിൽ സെക്യുലർ ആയിട്ടുള്ള ചിന്താഗതി ഞാൻ നിങ്ങളോട് പറഞ്ഞു, 2-3 ഞാൻ പറഞ്ഞതാണ്. അതിലൊരു ചിന്താഗതി എന്ന് പറയുന്നത്, ഈ ലോകം ഇങ്ങനെ തുടരും, ഇതൊരു സൈക്ലിക് ആയിട്ട്, ഇതൊരു സർക്കിൾ എന്ന നിലയിൽ ഇതൊരു ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് സംഭവിക്കും, മറ്റൊന്ന് അത് അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങും, അത് അവസാനിച്ച് മറ്റൊന്ന് തുടങ്ങും. ഇങ്ങനെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, ഒരു സൈക്കിളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഒരു വീക്ഷണം എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് അവസാനമൊന്നുമില്ല, ഓരോന്നും അവസാനിക്കും മറ്റൊന്ന് തുടങ്ങും. ഇങ്ങനെയുള്ള രീതിയിൽ ഈ ലോകം ഇവിടെ തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ പ്രകൃതിയിലെ ചരാചരങ്ങൾക്കും ജീവികൾക്കുമെല്ലാം മ്യൂട്ടേഷൻസ് അല്ലെങ്കിൽ പരിണാമങ്ങൾ, ഇവല്യൂഷൻസ് ഒക്കെ സംഭവിച്ച് മറ്റു പലതൊക്കെ ആയി ഇങ്ങനെ ഇവിടെ മാറിക്കൊണ്ടിരിക്കും. ഈ പ്രപഞ്ചം ഇവിടെ തന്നെ നിലനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വീക്ഷണം എന്ന് പറയുന്നത്. നാം ആ വീക്ഷണത്തിലല്ല വിശ്വസിക്കുന്നത് എന്ന് നിങ്ങൾ അറിയുക. രണ്ടാമത്തത് എന്ന് പറയുന്നത്, ഇതുപോലെ പല വീക്ഷണങ്ങളുണ്ട്, എല്ലാ വീക്ഷണങ്ങളും പറയാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറ്റ് 2 വീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിളിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള വീക്ഷണങ്ങളാണ്. ഇതിൽ ലോകാവസാനം എന്ന് പറയുന്നത്, ഈ വീക്ഷണങ്ങളിൽ 2 വീക്ഷണം പറയുന്നവർ വിശ്വസിക്കുന്നുണ്ട്. ഈ ലോകത്തിന് ഒരവസാനം ഉണ്ടാകുമെന്ന് വേദശാസ്ത്രപരമായിട്ടുള്ള വീക്ഷണങ്ങളിൽ 2 വീക്ഷണവും ആ നിലയിൽ തന്നെ വിശ്വസിക്കുന്നു. എന്നാൽ അതിന്റെ പ്രോസസ്സിങ്, അതിന്റെ ഘട്ടങ്ങൾ, അതിന്റെ അവസ്ഥാന്തരങ്ങളിൽ
പല നിലപാടുകളാണ്, പല രീതികളാണ്, പല വീക്ഷണങ്ങളാണ് ഉള്ളത് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ രണ്ട് വീക്ഷണങ്ങളും പ്രബലമായ വീക്ഷണങ്ങളാണ്. രണ്ട് വീക്ഷണങ്ങളും ചിന്തിക്കുന്നത് ഈ ലോകത്തിന് അവസാനം ഉണ്ടാകും, പക്ഷെ അതിന് ആ ലോകാവസാനത്തിലേക്ക് പോകുന്ന അതിൻ്റെ നടപടികൾ, അതിൻ്റെ സ്റ്റെപ്പുകളിലാണ് വ്യത്യാസമായ ചിന്താഗതികൾ ഉള്ളത്. അത് വീണ്ടും ഇവിടെ ഞാൻ ആ നിലയിൽ വിശദീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ലോകാവസാനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ. ഇനി ഇത് പരസ്യമായിട്ട് എന്നോട് പറയിപ്പിക്കരുത്. ഞാനത് പറയണ്ടെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പ്രസംഗ സമയത്ത് ദയവേത് ആരും അവിടെ ഇവിടെ കറങ്ങി നടക്കരുത്, കുട്ടികൾ ഉൾപ്പെടെ വലിയവരുൾപ്പെടെ. ഓക്കെ, അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു ഡിസ്റ്റർബൻസ് ആണ്. കാരണം ശ്രദ്ധ പോകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് വചനം കേൾക്കുക. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ എഴുന്നേറ്റ് പോവുക. ഓക്കെ, അവിടേക്ക് പോയി മുന്നിലേക്ക് വന്ന് അപ്പുറത്തേക്ക് നീങ്ങി ഇവിടേക്ക് നീങ്ങി ഈ വക പരിപാടികൾ സഭ കൊണ്ട് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. വെള്ളം കുടിക്കണം എന്നുള്ളവരൊക്കെ നേരത്തെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വെള്ളത്തിന്റെ കുപ്പി അടുത്ത് വയ്ക്കുക, എന്നിട്ട് കുടിക്കുക. ഓക്കെ, ഇതൊക്കെ പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ ഇടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അത് ആരും ശ്രദ്ധിക്കില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വളരെ ഡിസിപ്ലിൻ ആയിരിക്കണം. സഭയിൽ അച്ചടക്കം ഉണ്ടാകണം, അതിനൊരു ഭംഗി ഉണ്ടാകണം. നമ്മൾ വന്നിരിക്കുന്നത് ദൈവാലയത്തിലാണ്. നമ്മൾ KS റോഡ് വാടകയ്ക്ക് എടുത്താണ് ഇവിടെ ആയിരിക്കുന്നതെങ്കിൽ പോലും ഇത് ദൈവാലയമാണ്. നമ്മൾ കർത്താവിന്റെ നാമത്തിലാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ആ കൂടുന്നതിന് ദൈവ സാന്നിധ്യം ഉള്ള ഇടമാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ശരീര സംബന്ധമായിട്ടുണ്ടാകും. അതിന് വിലക്കിയതുമല്ല. അപ്പോൾ അത് നിങ്ങൾ സുബോധത്തോടെ പെരുമാറുക എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ എനിക്ക് അതിന് തോന്നുന്നു ഞാൻ പോയി നോക്കട്ടെ എന്ന് വിചാരിച്ചാലും പോകാതെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്തതാണെങ്കിൽ മാത്രം പോവുക. ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ് പാസ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പോയിച്ച് വെള്ളം കുടിച്ചപ്പോൾ ഇരിക്കാം എന്ന് വിചാരിച്ചാലും എനിക്ക് പോകരുത് എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങൾ യുക്തിപൂർവ്വം ചിന്തിക്കുക. ഞാനിപ്പോൾ എഴുന്നേറ്റ് പോകുന്നത് ശരിയാണോ തെറ്റാണോ അഭംഗിയാണോ അതിനൊരു എന്താ പറയുക അതൊരു ലോസരം ഉണ്ടാക്കുന്ന കാര്യമാണോ എന്നൊക്കെ സ്വയം ചിന്തിച്ചിട്ട് ഇവിടെ മാത്രമല്ല ഏത് വേദിയിലും അങ്ങനെ പെരുമാറാവണം. ഇവിടെ ഈ ആരാധനയിൽ മാത്രമല്ല, നമ്മൾ മറ്റ് പൊതുവേദികളിൽ ചെന്നാലും നമ്മൾ ഇരിക്കുന്ന ഇടങ്ങളിൽ അതിന് കൊടുക്കേണ്ട ഒരു മാന്യതയും സദസ്സിന്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ പെരുമാറാവും. ഒരു പ്രോഗ്രാം നടക്കുന്നത് കണ്ടിട്ടില്ല, ചില സ്ഥലങ്ങളിലൊക്കെ സ്റ്റേജിൽ അങ്ങനെ ഇരുന്ന് നടക്കുക, അവിടെ ചെന്ന് സ്വകാര്യം പറയുക, ഇപ്പുറത്തെ ഇരുന്ന് സ്വകാര്യം പറയുക, അവിടെ ഇരുന്ന് സൂക്ഷിക്കുക. ഈ വക പരിപാടിയൊക്കെ മഹാ ബോറാണ്. അതൊന്നും നമ്മൾ ചെയ്യരുത്, ഒരിടത്തും ചെയ്യരുത്. ദൈവദാസന്മാരായി നമ്മൾ ചെയ്യരുത്. സ്റ്റേജിൽ ഇരുന്ന് വർത്താനം പറയാം, ഒരാളോട് അതിന് പറഞ്ഞുകൊണ്ടിരിക്കുക, അപ്പുറത്ത് ഇന്ന് പുറകിലിരുന്ന് ഒരു കത്ത് കൈമാറുക, വർത്താനം പറയുക, സൂക്ഷിക്കുക, വിശേഷങ്ങൾ ചോദിക്കുക. ഈ വക പരിപാടികളൊന്നും നമ്മൾ ഒരിടത്തും ചെയ്യുന്നുകൂടാ. അപ്പോൾ ഇതിനൊരു കാരണം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഓക്കെ, നമുക്ക് ലോകാവസാനത്തിലേക്ക് മടങ്ങി വരാം. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇത് പറഞ്ഞത് നന്നായി തോന്നല്ലോ. അതിന്റെ അർത്ഥം നന്നായി തോന്നണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. സാറ് ഓക്കെ, കാരണം ഞാൻ ഇങ്ങനെ കേട്ട് വളർന്നിട്ടുണ്ട്. എന്നെ പാസ്റ്റർ എന്നെ ഞാൻ വളർന്ന സഭയിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്നെ പാസ്റ്റർമാർ എന്ത് ചെയ്തിട്ടുണ്ട്? താക്കീത് ചെയ്തിട്ടുണ്ട്, പരസ്യമായിട്ട് ശാസിച്ചിട്ടുണ്ട്, വഴക്ക് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഞാനിതൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം, മുതിർന്ന സഹോദരങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ കണ്ണിൽ കാണുന്ന നല്ല കാര്യങ്ങൾ നിങ്ങളത് പറഞ്ഞു കൊടുക്കരുത്. പാസ്റ്ററുടെ ചുമതലയായിട്ട് മാത്രം നിങ്ങൾ കാണരുത്. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് എപ്പോഴും അവസരങ്ങൾ ഉണ്ടാകണം. നമ്മളത് ചെയ്തു കൊടുക്കണം. ഓക്കെ, അപ്പോ വിശുദ്ധ വേദപുസ്തകം നമ്മളോട് പറയുന്നത് എന്താണ്? ഈ ലോകത്തിന് ഒരു അവസാനം ഉണ്ടാകും എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ വേദപുസ്തകത്തിൽ അതിന്റെ സൂചനകൾ ധാരാളം നമ്മൾ കാണുന്നുണ്ട്. ഈ ലോകം അവസാനിക്കും, ഈ ലോകം അവസാനിക്കും, ലോകം അവസാനിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു യുഗങ്ങളുടെ അവസാനം എന്ന നിലയിലും മാത്രമല്ല വേദപുസ്തകത്തിന്റെ ഭാഷാന്തരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഭാഷയിലെ പ്രയോഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു, പഴയത് കഴിഞ്ഞു പോയി എന്നുള്ള ആ ഒരു പ്രയോഗം നമ്മൾ കാണുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ കാണുന്ന ഈ സംവിധാനങ്ങൾക്ക്, ഈ ആകാശത്തിനും ഭൂമിക്കും ഒരു മാറ്റം വരുന്നു, മറ്റൊന്ന് ആരംഭിക്കുന്നു. മറ്റൊന്ന് ദൈവം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. പുതിയ ആകാശം മാറുന്നുവെങ്കിലും ആകാശം മാറ്റിയിട്ട് വേറൊന്നും വരികയല്ല ചെയ്യുന്നത്. പുതിയ ആകാശവും പുതിയ ഭൂമിയും ആയിട്ട്
വിഷയമാണ്. ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിന്റെ സഭ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് ഈ അടയാളങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ അതിനോട് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്, എന്താണ് നമ്മുടെ കാഴ്ചപ്പാട് ആയിരിക്കേണ്ടത് എന്നതൊക്കെയാണ്. അന്ത്യനാളിന്റെ ലക്ഷണങ്ങൾ അടയാളങ്ങളായിട്ട് പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ സാമൂഹികമായിട്ടുള്ള ലക്ഷണങ്ങൾ എന്താണെന്ന് ഞാൻ പറയുകയുണ്ടായി. അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി സമൂഹത്തിൽ നടക്കുന്ന വ്യത്യാസങ്ങൾ, രാഷ്ട്രീയ മേഖലകളിൽ നടക്കാവുന്ന വ്യത്യാസങ്ങൾ, ലക്ഷണങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അതെന്തെല്ലാമാണ് എന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. യുദ്ധങ്ങൾ വർദ്ധിക്കും എന്നുള്ളത് നമ്മൾ കാണുന്നു. അവിടെ ഇവിടെയായിട്ട് ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും ഉണ്ടാകും. എല്ലായിടത്തും ഒരുപോലെ ഒരേ രീതിയിലൊരു ക്ഷാമം ഉണ്ടാകുന്നില്ല. പല ഇടങ്ങളിലായിട്ട് അങ്ങനെയാണ് വാക്കുകളുടെ പ്രയോഗം. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയിൽ ഉള്ള സ്ഥിതി എന്താണ് നമുക്കറിയാം. നമുക്കറിയാം പോലെ നമ്മുടെ രാജ്യത്ത് ഇനി ക്ഷാമം വരുമോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പാടില്ല. ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും പാചകവാതകങ്ങൾക്കും ഭക്ഷണ സാധനങ്ങൾക്കും വില കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് നിൽക്കും, എന്തായിരിക്കും നമ്മുടെ എല്ലാം സാഹചര്യങ്ങൾ, നമ്മുടെ എല്ലാം ബഡ്ജറ്റ് എന്തായിരിക്കും, ഇതൊക്കെ നമ്മെ നിരാശപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. വരുമാനങ്ങൾ പോരാതെ വരുന്ന സാഹചര്യങ്ങൾക്ക് നീങ്ങുകയും 1 കിലോ അരി വാങ്ങാനൊക്കെ നമ്മുടെ ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ കൂലി കൊടുക്കേണ്ടി വന്നാലുള്ള സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്ന് സമൃദ്ധിയോടെ ജീവിക്കുന്ന, ഭക്ഷണം വേസ്റ്റ് ചെയ്യുന്ന നമുക്ക് ഒരുപക്ഷെ അല്പം കഞ്ഞിവെള്ളം കുടിക്കാനായിട്ട് ആഗ്രഹം വരുന്ന കാലങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് അറിയുക. നമുക്കറിയില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നു ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും. യുദ്ധങ്ങളോടനുബന്ധിച്ച് സമാധാന സമ്മേളനങ്ങൾ, ചർച്ചകൾ നടക്കും. ഇതൊക്കെ നമ്മൾ നമ്മുടേതായ ഭാഷയിൽ പറയുന്നതാണ്. ബൈബിളിൽ അതിന് മറ്റു രീതിയിൽ നമ്മൾ കാണുന്നത്. സമാധാനം എന്ന് അവർ പേര് പറയുമ്പോൾ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ഇപ്പൊ സമാധാനം എന്ന് അവർ പറയുമ്പോൾ തന്നെ പെട്ടെന്ന് നാശം വരുന്ന സാഹചര്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. അപ്പോ സമാധാന ചർച്ചകള്, കരാറുകൾ, ഒപ്പിടലുകൾ ഇതൊക്കെ നടക്കും. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞ് പോകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ, സാമൂഹിക അന്തരീക്ഷങ്ങൾ മാറും എന്ന് നമ്മൾ കാണുകയാണ്. അതുപോലെ നിയമരാഹിത്യത്തിന്റെ വളർച്ചയെ നമ്മൾ കാണുന്നു. നിയമലംഘനങ്ങൾ വർദ്ധിക്കും. അങ്ങനെയൊരു സാമൂഹിക അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഇപ്പോഴേ കാണുകയാണ്. നിയമങ്ങളെ യാതൊരു ഭയവുമില്ല, പേടിയുമില്ലാത്ത നിലയിൽ, ഒരു വിലയും കൽപ്പിക്കാത്ത നിലയിൽ നമ്മുടെ തലമുറകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. കേസൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല, ശിക്ഷാവിധികളൊന്നും ആളുകൾക്ക് പ്രശ്നമല്ല. ഒരു കാലത്ത് ആൺകുട്ടികൾ ചെയ്തിരുന്ന കുറ്റകൃത്യങ്ങൾ ഇന്ന് ആൺകുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പെൺകുട്ടികളിലേക്കും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടില്ലേ നിങ്ങൾ, കോഴിക്കോട് നടന്ന കോളേജിലെയും സ്കൂളിലെയും പിള്ളേർ ചെയ്തു കൂട്ടുന്നത്. കോളേജിലെ പിള്ളേര് ആൺകുട്ടികളും പെൺകുട്ടികളും മാത്രം നിയമരാഹിത്യമാണ് എന്ന് പറഞ്ഞാൽ അവര് പാലിക്കേണ്ട നിയമങ്ങളൊന്നും പാലിക്കാതെയാണ് ആ ക്യാമ്പസിൽ പല കാര്യങ്ങളും ചെയ്തു കൂട്ടിയത്. അതിന്റെ വാർത്ത ഒന്ന് നമ്മുടെ ചെവികളിൽ നിന്നും കണ്ണുകളിൽ നിന്നും മായുന്നതിന് മുമ്പേ തന്നെ അതേ നഗരത്തിലുള്ള പെൺകുട്ടികളുടെ കോളേജിലെ പിള്ളേരും കൂടി അതേപോലെയുള്ള നിലവാരത്തിൽ പെരുമാറുകയാണ്. അപ്പോൾ ഈ കേൾക്കുന്ന വാർത്തകളോ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങളൊന്നും ആളുകളെ ഭയപ്പെടുത്തുന്നില്ല. എന്തൊക്കെ ക്യാമറ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, എന്തെല്ലാം പോലീസ് സംവിധാനങ്ങളും ഫോഴ്സുകളും ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ശരി, ആളുകൾക്ക് ഇതൊന്നും ഭയമില്ലാത്ത നിലകളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഭക്ഷണം ഇല്ല ചേട്ടാ, മറ്റേ കടയിൽ പോയി ചോദിച്ചുകൂടെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയിക്കൊണ്ട് തോക്കെടുത്തുകൊണ്ട് വന്ന് വെടിവെക്കുന്ന, ഷൂട്ട് ചെയ്യുന്ന സംസ്കാരത്തിലേക്കൊക്കെയാണ് നമ്മുടെ ആളുകൾ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മുടെ നാട് എവിടേക്കാണ് നീങ്ങുന്നത്? നമ്മുടെ നാട് എവിടേക്കാണ് പോകുന്നത്? അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയുക എന്ന് വേദപുസ്തകം പറയുന്ന സാഹചര്യങ്ങളിലേക്ക്, ഭയപ്പെടുന്ന സാമൂഹിക അന്തരീക്ഷങ്ങളിലേക്ക്, സ്വസ്ഥതയില്ലാത്ത, സ്വൈര്യമില്ലാത്ത, സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയാത്ത സാമൂഹികമായിട്ടുള്ള തിന്മകൾ നമ്മുടെ നാട്ടിൽ പ്രബലമായി കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയുക ഇത് അന്ത്യനാളിന്റെ ലക്ഷണങ്ങളാണ് എന്ന് നമ്മൾ അറിയുക. വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആണ് എന്നുള്ളതുകൊണ്ട്
അതുപോലെ നമുക്കറിയാം വാണിജ്യ മേഖലകളിൽ നൂതനമായ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കപ്പെടുകയും അത് ഉണ്ടെങ്കിൽ മാത്രമാണ് കൊടുക്കൽ വാങ്ങലുകൾ, കച്ചവടവും വ്യാപാരവും ഒക്കെ നടക്കുകയുള്ളൂ എന്നുള്ളത് വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്, അല്ലെങ്കിൽ ആ നമ്മളോട് പറയുന്ന കാര്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകത്തിൽ അതാണ് മൃഗത്തിന്റെ മുദ്ര എന്നും 666 എന്ന് പറയുന്ന സംഖ്യയും അതുണ്ടെങ്കിൽ മാത്രമാണ് വ്യാപാരങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതും കൊടുക്കൽ വാങ്ങലുകൾ നടക്കുകയുള്ളൂ എന്നുള്ളത് വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ ആ വിധത്തിലുള്ള വ്യാപാര കരാറുകളും വ്യാപാര മുദ്രകളും അടയാളങ്ങളും എല്ലാം നമ്മൾ ഇപ്പോഴേ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു QR കോഡിൽ ഒതുങ്ങിയിരിക്കുകയാണ് അല്ലെ. നിങ്ങൾക്ക് ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്തൊരു സംവിധാനം ഉണ്ടായിരുന്നു. ഒരു കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഡിജിറ്റൽ യുഗത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി കറൻസി ഇല്ലാത്തൊരു കാലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴേ തന്നെ കറൻസികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇല്ലാതെയാകാൻ പോവുകയാണ്. ഒരുപക്ഷെ നാളെയുടെ ഞായറാഴ്ചകളിൽ ഒരുപക്ഷെ നമ്മുടെ ആരാധനകളുടെ സ്തോത്രക്കാഴ്ച എടുക്കുന്നത് QR കോഡ് വെച്ചിട്ടായിരിക്കാം. ഗൂഗിൾ പേ സംവിധാനത്തിലൂടെ ഇപ്പോഴേ അങ്ങനെ ചെയ്യുന്ന സഭകളുണ്ട്. നിങ്ങളുടെ കയ്യിൽ കാശില്ലെങ്കിൽ ദയവായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഒരുപക്ഷെ സഭ അത് ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അത് പിശാചിന്റെ മുദ്രയായിട്ട് ഇപ്പൊ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് പിശാചിന്റെ മുദ്രയായിട്ടല്ല കാണേണ്ടത്. അതെന്താണെന്ന് ഞാൻ പിന്നാലെ പറയാം. ഓക്കെ, എപ്പോഴാണ് നമ്മൾ ഇതിനെ ഭയപ്പെടേണ്ടത്? ഏത് നിലയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ഇതിനോടൊക്കെ നോ പറയേണ്ടത്? ഇതിനോടെന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേയോടും ഫോൺ പേയോടും പേടിഎമ്മിനോടും നോ പറയേണ്ട കാര്യമല്ല പറഞ്ഞത്. ഓക്കെ, അതല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞത് ഇതെല്ലാം പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ, നൂതനമായിട്ടുള്ള വ്യാപാര രീതികളൊക്കെ നമ്മുടെ ഇടയിൽ വരുമ്പോൾ ചിലതെല്ലാം കർശനമായി വരികയാണ്. നിങ്ങൾ നോക്കുക, കഴിഞ്ഞ ദിവസം ഇതിനോടനുബന്ധിച്ച് ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ പാർലമെന്റിൽ ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കുകയാണ്. എന്താണ്? കുറ്റവാളികളുടെ അവരുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ ബ്ലഡിന്റെ അതിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഗ്രൂപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം 75 വർഷത്തോളം ശേഖരിച്ചു വെക്കുന്ന നിലയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരുടെ കയ്യ്, കാല്, കണ്ണ് എന്ന് വേണ്ട ശരീരത്തിന്റെ പല കാര്യങ്ങളും, പല ഡീറ്റെയിലുകളും, അവരുടെ DNA ടെസ്റ്റ്, ഇങ്ങനെ വേണ്ട സകല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കപ്പെടുന്ന ഒരു ബില്ല് ചെയ്യപ്പെടേണ്ട ഒരു ബില്ല് അവതരിപ്പിക്കുകയും കുറെ അധികം ആളുകൾ അതിനോട് അനുകൂലിക്കുകയും പ്രതിപക്ഷം അതിനോട് വിയോജിക്കുകയും ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുപോലെ കാർഡുകൾ വരുന്നു. ഇപ്പോൾ നമ്മൾ കാർഡുകളിലാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പോൾ തന്നെ ഒരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ 10 കാർഡുകൾ ചുമന്നുകൊണ്ടിരിക്കുന്നതിന് പകരം എല്ലാ കാര്യങ്ങളും ഒറ്റ കാർഡിലേക്ക് ആയിക്കൂടാ എന്ന് നമ്മൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട്. എല്ലാ കാർഡും കൊണ്ടേ കിടക്കുന്നത്. റേഷൻ കാർഡ്, ഇലക്ട്രൽ കാർഡ്, ആധാർ കാർഡ്, പിന്നെ എന്തൊക്കെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് വേണ്ട ഈ കാര്യങ്ങളെല്ലാം ഒറ്റ കാർഡിൽ കൊണ്ട് നടക്കുന്ന, അത് നമുക്കറിയാം ബുദ്ധിമുട്ട്. പാൻ കാർഡ് അല്ലെ, എല്ലാം നമുക്കിന് കൊണ്ടേ കിടക്കാണ്. ഇതിന് പകരം എന്തുകൊണ്ട് ഗവൺമെന്റിന് ഒരൊറ്റ കാർഡില് ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൂടാ എന്നൊരു ചിന്ത ഇപ്പോഴേ തന്നെ വിദഗ്ധരെ ചിന്തിപ്പിക്കുകയും അതിലേക്കുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ഞാൻ ചിന്തിച്ചു പറയുകയാണെന്നൊന്നും ബൈബിളിലില്ല, പക്ഷെ അതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ ഒരുപക്ഷെ സാധ്യതയുള്ള എന്താണെന്ന് അറിയാമോ? ഈ കാർഡുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടെന്ന് വന്നേക്കാം. ഈ കാർഡുകളെല്ലാം നമുക്ക് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കാർഡില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നഷ്ടപ്പെട്ടാലും നിങ്ങളുടെ ശരീരത്തിൽ കൊണ്ടുപോയി നടക്കത്തക്ക നിലയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. നേരെ പോയി കൈ കാണിച്ചാൽ, ഇപ്പോൾ തന്നെ തമ്പ് ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഒന്ന് കൈ കാണിക്കുകയോ നേരെ ചെന്ന് നെറ്റി ഒന്ന് കാണിച്ചു കൊടുക്കുകയോ ചെയ്താൽ മതി. ഇനി എല്ലാ ഫോൺ പേയും ഗൂഗിൾ പേയും ഒക്കെ ഇവിടെ നിന്ന് നേരെ സ്കാൻ ചെയ്യാൻ പൈസ കിട്ടുക. ഓക്കെ, എന്ന് വേണ്ട ഈ സംവിധാനങ്ങളിലേക്കൊക്കെ നീങ്ങുകയാണോ എന്ന് നമ്മൾ കാണുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, വെളിപ്പാട് പുസ്തകത്തിൽ ആ കാര്യങ്ങൾ, വ്യാപാര മേഖലകളിൽ കാണുന്ന നൂതനമായ ആശയങ്ങൾ, സംഖ്യകൾ, പ്രയോഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ എന്തുകൊണ്ടാണ് ഇത് തന്നെയാണ് എന്ന് ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. കാര്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ ഇതിന്റെ ജനറലൈസേഷൻ നിങ്ങൾ മനസ്സിലാക്കുക, ആ രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിന് നമ്മൾ നോക്കിക്കാണുക. അങ്ങനെ വ്യാപാര മേഖലകളിൽ മാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകം, അടുത്തതെന്ന് പറയുന്നത് ലോകം ഒരു ലോക നേതാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആരാണ് ലോകത്തെ നയിക്കുന്നത്? ശക്തനായ ഒരു ഭരണാധികാരി
ശക്തനായ ഭരണാധികാരി. ഇന്ന് നിങ്ങൾക്കറിയാം, പണ്ട് കാലത്താണ് ടീം വർക്ക് എന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നത്. ഇന്ന് അതില്ലാണ്ടായി. പണ്ട് കാലത്ത് ഒരു ടീമിനെ പ്രൊജക്ട് ചെയ്യായിരുന്നു. ഒരു ടീം അല്ലെങ്കിൽ ഒരു പാർട്ടി, അവിടെ പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ടീമിനായിരുന്നു പ്രാധാന്യം. ഇന്ന് അത് മാറിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇന്ന് പാർട്ടിയിലെയോ അല്ലെങ്കിൽ ഒരു സംഘടനയിലെയോ ഒരു വ്യക്തി പ്രഭാവത്തിലേക്ക് മനുഷ്യന്റെ ചിന്തകൾ കേന്ദ്രീകരിക്കുകയാണ്. നിങ്ങൾ നോക്കണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്ന് അവരെ തിരുവനന്തപുരത്ത് തിരുവാതിര നടന്നു കഴിഞ്ഞപ്പോൾ അവർ തിരുവാതിരയിൽ പാടി പാട്ടിന്റെ വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത് എന്റെ ഓർമ്മയിൽ പറയുകയാണ്, സകലത്തിനും കാരണഭൂതനായ പിണറായി വിജയൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരൊറ്റ വ്യക്തിയെ വാഴ്ത്തിപ്പാടുന്ന, ഒരൊറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹമാണ് ഞങ്ങളെ നയിക്കുന്നത് അല്ലെ? ഇന്നലെയും എന്താണ്, ഒരു കേന്ദ്രമന്ത്രി വി മുരളീധരൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടമ്മ കേരളത്തിന് അനുകൂലമായിട്ട് പിണറായി വിജയന് സിന്ദാബാദ് വിളിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, അതൊക്കെ പാർട്ടി കാര്യങ്ങളാണെങ്കിലും നമ്മളിൽ നിന്ന് ഒപ്പിയെടുക്കേണ്ട കാര്യങ്ങളുണ്ട്. എന്താണ്? ഒറ്റ വ്യക്തിയിലേക്ക് മനുഷ്യൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ലീഡർ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിയുടെ ദൗർഭാഗ്യകരമായ അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ആളുകൾ വിമർശിക്കുന്നത്? ആ പാർട്ടിയെ നിയന്ത്രിക്കാൻ ഒരാളില്ല, അതിന് ചുക്കാൻ കൊടുക്കാൻ, അതിന്റെ നേതൃത്വത്തിൽ ഇരിക്കാൻ ഒരാളില്ല എന്നുള്ളതാണ്. ഒരു നേതാവിനെ അവർക്ക് എടുത്തു കാണിക്കാനില്ല. ആര് ഞങ്ങളെ നയിക്കും എന്നുള്ള ചോദ്യത്തിന് ആരുമില്ലാതിരിക്കുന്ന, ജനം വെറുക്കുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. BJP-യിലേക്ക് നോക്കുക, നമ്മുടെ ശ്രദ്ധ ആദ്യമേ തന്നെ പോകുന്നത് നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കുമാണ് അല്ലെ? ആളുകളുടെ ശ്രദ്ധ ആ രണ്ട് വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ ആ ഒന്നോ രണ്ടോ വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കിവിടെ ലോകരാജ്യങ്ങളെല്ലാം കൂടി ഉള്ള ഒരു കൂട്ടായ്മയുടെ പേരാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്നത്, UN എന്ന് പറയുന്നത്. ഈ UN എന്ന് പറയുന്ന ഈ സംവിധാനം ഇവിടെ രൂപപ്പെടുത്തിയതിന്റെ പിന്നിലെ താല്പര്യം എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളെയും തമ്മിൽ കോർത്തിണക്കിക്കൊണ്ട്, കൂട്ടി ഇണക്കിക്കൊണ്ട് ആ രാജ്യങ്ങളുടെ എല്ലാം പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യത്തക്ക നിലയിലേക്ക് ആ സംഘടന നിലനിൽക്കുക അല്ലെങ്കിൽ ആ സംഘടന പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ജനറൽ ആയിരിക്കുന്ന, സെക്രട്ടറി ജനറൽ ആയിരിക്കുന്ന ആളായിരുന്നു ഒരു കാലം വരെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ വാർത്തകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് UN എന്ന് പറയുന്നത് വെറുതെ കാശ് കൊടുത്ത് വളർത്തി വീട്ടിലിട്ടിരിക്കുന്ന ഒരു ഗുണവുമില്ലാത്ത ഒരു നായയെ പോലെയാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഭക്ഷണം കൊടുത്ത് കുറെ ഓഫീസേഴ്സ്, കുറെ നേതാക്കന്മാര് അതിന്റെ പേരിൽ നമ്മുടെ രാജ്യത്തിന്റെയും പല രാജ്യങ്ങളുടെയും ചെലവിലേക്ക് ജീവിക്കുകയാണ്. ഒരു ഗുണവുമില്ലാത്ത ഒരു സംഘടനയാണ് എന്റെ ഒരു വീക്ഷണത്തിൽ പറഞ്ഞാൽ. ഒരു ഗുണമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ പല കാര്യങ്ങളിലും, പ്രധാനപ്പെട്ട കാര്യങ്ങളിലും അവർക്ക് പലതും സ്റ്റെപ്പുകൾ എടുക്കാൻ കഴിയില്ല. എന്നാൽ അവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഭക്ഷണം എത്തിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. UN-ലേക്കാണ് നോക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്കാണ്. അമേരിക്കയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ വാർത്തയാണ്. നമ്മുടെ TV പ്രോഗ്രാമുകളിൽ ഒരു പ്രോഗ്രാം, ആഴ്ചയിൽ ഒരു പ്രോഗ്രാം അമേരിക്ക ഈ ആഴ്ച എന്നുള്ളതാണ്. അമേരിക്കൻ ഐക്യനാടുകളിലൂടെ എന്നാണ്. ഒരു രാജ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു, ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറഞ്ഞത്. പക്ഷെ ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും വ്യക്തിയും അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റിനും അത്രമാത്രം പവറൊന്നും ഇല്ലേ, ഇത്രയൊക്കെ ഉള്ള ഈ പദമൊന്നും ഇല്ലേ എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ നരേന്ദ്രമോദിയെ വിളിച്ചു നോക്കുന്നു, ഇങ്ങനെ പല ആളുകളെയും വിളിച്ചു നോക്കി പല കാര്യങ്ങളും ചെയ്യാൻ നോക്കുന്നു. ശക്തനായ ഒരു നേതാവിന്റെ അഭാവം ലോകത്ത് ഇന്ന് പ്രകടമാണ്. ലോകം മുഴുവൻ ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തെ നയിക്കാൻ, ശക്തമായ ഒരു അഭിപ്രായം പറയാൻ, ഈ ലോകത്തിന് നേതൃത്വം കൊടുക്കാൻ, ഒന്ന് കോർത്തിണക്കി കൊണ്ടുപോകാൻ ഒരു നേതാവിനെ ആവശ്യമാണ് എന്നൊരു ചിന്ത ലോകം മുഴുവനും ഉണ്ട് എന്നുള്ളത് അറിയുക. ഇങ്ങനെ ഒരു ആവശ്യം ഉയർന്നു നിൽക്കുമ്പോഴാണ്, ഇങ്ങനൊരു പ്രതിസന്ധിയുടെ ഇടയിലാണ് നമ്മൾ വിശേഷിപ്പിക്കുന്ന എതിർ ക്രിസ്തു, ആന്റിക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആവിർഭാവം, അവന്റെ വളർച്ചയും അവന്റെ കടന്നുവരവും എന്നുള്ളത് വേറെ പുസ്തകം പറയുന്നു. ഞാൻ പറഞ്ഞത് ഇതാണ്, അന്ത്യനാളിന്റെ ലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ഇതിനെല്ലാം നിങ്ങൾ ഓർത്തിണക്കി കാണുക. സമർത്ഥനായ, ശക്തനായ, ബുദ്ധിവൈഭവമുള്ള ഒരു അല്ലെങ്കിൽ സൈനിക ബലവും സ്വാധീനമുള്ള ഒരു നേതാവിന് വേണ്ടി
ലോകം കാത്തിരിക്കുന്നു അങ്ങനെ ഒരു വ്യക്തി ഉയർന്നു വരാൻ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഇപ്പോൾ സംജാതമായിരിക്കുകയാണ് എന്ന് വേദപുസ്തകത്തിന്റെ കാര്യങ്ങളിലൂടെയും ചുറ്റുപാടുകളിലൂടെയൊക്കെ വീക്ഷിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. മാത്രമല്ല, ലോകം ഒരു ഏക ലോക ഗവൺമെന്റിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, വ്യാപാരം ഇന്ന് ഏത് കറൻസിയിലൂടെ നടക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോകത്ത് വ്യാപാരങ്ങൾ നടക്കുന്ന കറൻസി ഏത് കറൻസിയാണ്? ഒന്നും അറിയാൻ പാടില്ല. ഇതുവരെ കൊമേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഏതാ? ഡോളറിലാണ് ഇന്ന് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, വ്യാപാരം നടത്തണമെങ്കിൽ നമ്മൾ കച്ചവടം നടന്ന കാര്യമല്ല പറയുന്നത്. ലോക വ്യാപാരങ്ങൾ, ലോകത്തിന്റെ വേൾഡ് മാർക്കറ്റിൽ വിനിമയങ്ങൾ അല്ലെങ്കിൽ അവരുടെ കച്ചവടങ്ങൾ നടക്കുന്നത് ഡോളർ വെച്ചിട്ടാണ്. അപ്പോൾ ഡോളറിന്റെ മൂല്യം ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്. ഒരു ഏക ലോക നാണയ വ്യവസ്ഥയും ഏക ലോക ഗവൺമെന്റിന്റെയും സാഹചര്യങ്ങളിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയായിട്ട് നിലനിൽക്കും, ഇന്ത്യക്ക് ഒരു ഭരണാധികാരി ഉണ്ടാകും. അമേരിക്കയായിട്ട് നിൽക്കും, അമേരിക്കയ്ക്ക് ഒരു ഭരണാധികാരി ഉണ്ടാകും. പക്ഷെ ഈ ഭരണ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരു ഒറ്റ ഗവൺമെന്റ്, ഒരൊറ്റ പോളിസിയിലേക്ക്, ഒറ്റ നിയമങ്ങളിലേക്ക്, ഒറ്റ എല്ലാവരും അംഗീകരിക്കുന്ന പ്രധാനപ്പെട്ട നിയമവ്യവസ്ഥിതികളിലേക്ക് വരും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ചേർന്ന് കുറെ നിയമങ്ങൾ ഉണ്ടാക്കും, എല്ലാവർക്കും അംഗീകരിക്കുന്ന നിയമം ഉണ്ടാവും. ആ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളെല്ലാം അവർ കൂട്ടായി തീരുമാനിക്കും. അതിർത്തികളില്ലാത്ത ഒരു ലോകത്തിലേക്ക് നമ്മൾ പതിയെ നീങ്ങുകയാണ്. അതിർത്തികളില്ലാത്ത എന്ന് പറഞ്ഞാൽ വ്യാപാര സംബന്ധമായി, യാത്രകൾ സംബന്ധമായി, വാണിജ്യപരമായിട്ട്, വിദ്യാഭ്യാസപരമായിട്ട്, കൊടുക്കൽ വാങ്ങലുകൾ സംബന്ധമായിട്ട് നമുക്കിനി പ്രയാസമുള്ള ഒരു കാര്യത്തിലേക്കല്ല നീങ്ങുന്നത്. കുറെ സങ്കീർണമായിരിക്കുകയും ചെയ്യും, അപ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് എളുപ്പമാവുകയും ചെയ്യും. ഇന്നത്തെ പേപ്പറിൽ നിങ്ങൾ കണ്ടില്ലേ, ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ കോടിക്കണക്കിന് രൂപ അല്ലെങ്കിൽ വരുന്ന ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ പോയി പഠനം നടത്താൻ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇന്ത്യയിലെ വസ്തുക്കൾക്ക് നികുതിയില്ലാതെ, ടാക്സ് ഇല്ലാതെ ഓസ്ട്രേലിയയിൽ കച്ചവടം നടത്താം എന്നുള്ള കാര്യങ്ങളും, ഓസ്ട്രേലിയയിലെ ചില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിലെ ടാക്സ് ഇല്ലാതെയോ ടാക്സ് കുറച്ചോ ഇവിടെ വിൽപ്പന നടത്താം എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാട്, സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ലോകം ഒരു ആഗോള ഗ്രാമം ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. ലോകം ഒരു ഏക ലോക ഗവൺമെന്റിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ ദാനിയേൽ പുസ്തകത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ 12-ാം അധ്യായം വായിച്ചു വരുമ്പോൾ കാണുന്ന ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ അറിവ് വർദ്ധിക്കും എന്നുള്ളത് കാണുന്നു. 12-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അറിവ് വർദ്ധിക്കും, മനുഷ്യന്റെ അറിവ് വർദ്ധിക്കും. നിങ്ങൾ നോക്കിയേ, ഇന്നത്തെ കുട്ടികൾ പോലും കാര്യങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഒരു കൊച്ചിന്റെ കയ്യിലേക്ക് കൊടുക്കുക. നമ്മളൊന്നും പിള്ളേരെ മൊബൈൽ ഉപയോഗിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ പോലെ ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണ് മെസ്സേജ് അയക്കേണ്ടത്, ഇങ്ങനെയാണ് ഫേസ്ബുക്ക് നോക്കേണ്ടത്, ഇങ്ങനെയാണ് നമുക്ക് ഫോളോ ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്ന് നമ്മൾ ഏതെങ്കിലും മാതാപിതാക്കളെ പഠിപ്പിച്ചോട്ടുണ്ടോ? നമുക്കറിയില്ലാത്തത് പലതും അവർ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, അവര് ഇതൊന്നും വായിക്കാൻ പഠിച്ചിട്ട് പോലുമല്ല, അവരത് ചെയ്ത് പരിശീലിച്ചു. അവർക്ക് ഇതെല്ലാം നന്നായിട്ടറിയാം. അത് മാത്രമല്ല, നമ്മളൊരു കാര്യം നോക്കി കുത്തണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ച് വരുന്നതിന് മുമ്പ് അവർ ആപ്ലിക്കേഷൻ തുറന്ന് പല പരിപാടികളും തുറന്നിരിക്കും. ഓക്കെ, അവരുടെ കണ്ണുകളും കൈകളൊക്കെ വളരെ വേഗത്തിലാണ് ചലിക്കുന്നത്. അവർ പെട്ടെന്നാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അവരുടെ ടൈപ്പിംഗ് സ്പീഡൊക്കെ എന്ത് വലുതായിരിക്കും അറിയോ? നിങ്ങൾ നോക്കുക, കൊച്ചു കുട്ടികളിൽ മുതൽ നിങ്ങളൊക്കെ ഒരുപക്ഷെ ഞാനൊക്കെ പ്രീ ഡിഗ്രിക്ക് പഠിച്ച കാര്യങ്ങളാണ് ആഷറൊക്കെ 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറിവ് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നീങ്ങിയിരിക്കുകയാണ്. അറിവ് വർദ്ധിക്കും, അത് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അറിവ് വർദ്ധിക്കും എന്ന് പറയുമ്പോൾ സാങ്കേതികമായിട്ടുള്ള ജ്ഞാനമാണ്, അല്ലെങ്കിൽ നമ്മുടെ വിവേകം നഷ്ടപ്പെടുന്ന സമൂഹത്തിലേക്ക് നീങ്ങും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സാമൂഹികമായിട്ടുള്ള ലക്ഷണങ്ങളായിട്ട് നമ്മൾ വിലയിരുത്തുന്നു. ഇനി പ്രകൃതിയിൽ നടക്കുന്ന പ്രത്യക്ഷ അടയാളങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. അത്
നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് വേഗത്തിൽ പറയുന്നു. ക്ഷാമവും വരൾച്ചകളും പ്രകൃതിയിൽ ഉണ്ടാകും, ഭൂകമ്പങ്ങൾ ഉണ്ടാകും, മഹാവ്യാധികൾ വർദ്ധിക്കും, ആകാശത്തിൽ ഭയങ്കര കാഴ്ചകൾ നമ്മൾ കാണുവാൻ തുടങ്ങുന്നു, പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ, വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇതെല്ലാം നിങ്ങൾക്ക് വായിക്കാനായിട്ട് മത്തായിയുടെ സുവിശേഷം 24, ലൂക്കോസിന്റെ സുവിശേഷം 21, വെളിപ്പാട് പുസ്തകം, ഇതെല്ലാം നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഓരോ വാക്യങ്ങൾ എടുത്ത് പറഞ്ഞാൽ നമുക്ക് സമയം പോരാതെ വരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇത് തുനിയുന്നില്ല. അപ്പോൾ പ്രകൃതിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് നടക്കുന്നത് അല്ലേ? നമ്മുടെ ഗവൺമെന്റ് പ്രകൃതി സംരക്ഷണത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നത്? പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ള ഒരു പ്രയോഗമാണ് ഇവിടെ നൽകുന്നത്. ഡീസൽ വാഹനങ്ങൾക്ക് ഹരിത നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളെ ഏപ്രിൽ 1 മുതൽ കണ്ട കാര്യമാണ് ഹരിത നികുതി. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നേരത്തെ? ഏതെല്ലാം കാര്യങ്ങളാണ്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കണം എന്ന് ചിന്ത മനുഷ്യന് വരാൻ കാരണം എന്താ? പ്രകൃതിയിൽ മാറ്റങ്ങൾ വരുന്നു, ചൂട് വർദ്ധിക്കുന്നു, തണുപ്പ് വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന മാറ്റങ്ങൾ. ഭയങ്കര ചൂട്, ഭയങ്കര തണുപ്പ്, നോക്കി നിൽക്കുമ്പോൾ അന്തരീക്ഷം മാറുന്നു. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പ്രകൃതിയിൽ കാണുകയാണ്. മറ്റൊരു കാലത്തും ഉണ്ടാകാത്ത വിധത്തിലുള്ള മാറ്റങ്ങൾ പ്രകൃതിയിൽ പ്രകടമാകുകയാണ്. നമ്മൾ വിചാരിച്ചു മഴ, വെള്ളപ്പൊക്കമൊന്നും നമ്മുടെ നാട്ടിൽ ഒരു പക്ഷേ ഉണ്ടാകില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ 2 ദിവസം മഴ നിന്ന് പെയ്തപ്പോൾ കേരളം മുങ്ങി. ഇത്ര മഴ പെയ്യുന്ന നാട്ടിലും പിന്നെയും വെള്ളം കുടിക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പിന്നെയും ഉണ്ടാകുന്നു. അതുപോലെ എന്തെല്ലാം മാറ്റങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി വേറെ പുസ്തകം പറയുന്നു, ആകാശത്തിൽ നിങ്ങൾ ഭയങ്കര കാഴ്ചകൾ കാണും. അതെന്താണെന്ന് നമുക്കറിയില്ല, നമുക്ക് കാത്തിരിക്കാം. ഒരുപക്ഷെ നമ്മൾ കാണുകയില്ലെന്ന് നമുക്കറിയില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നതാണ് ഞാൻ ഈ പറയുന്നത്. ആകാശത്തിൽ ഭയങ്കര കാഴ്ചകൾ കാണും. ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ പ്രകൃതിയിൽ നടക്കുന്നു. മഹാവ്യാധികൾ ഉണ്ടാകും. വേദപുസ്തകം പറയുന്നു, മഹാവ്യാധികൾ, ഭയങ്കരമായിട്ടുള്ള രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് പ്രകൃതി മാറിക്കൊണ്ടിരിക്കുകയാണ്. എബോളയും ഒക്കെ നമുക്കറിയാം. അതുപോലെ കോവിഡ്, കൊറോണ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇനി ഏതെല്ലാം വൈറസുകളാണ് വരാനിരിക്കുന്നത്? നിപ്പ നമ്മൾ കണ്ടു. ഇനി ഏതെല്ലാം വൈറസുകളാണ് വരാൻ പോകുന്നത്? ഒമിക്രോൺ അല്ലേ? ഒമിക്രോൺ. ഇനി എന്തൊക്കെ വരും നമുക്കറിയില്ല. പുസ്തകം പറയുന്നു, മഹാവ്യാധികൾ ഉണ്ടാകും, ആ വ്യാധികൾ ഉണ്ടാകും എന്ന് പറയുന്നു. അപ്പൊ പ്രകൃതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ, മറ്റൊരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിലുള്ള വർധനവ് നമ്മൾ കാണുമ്പോൾ നമ്മൾ നിർവിചാരികളായി ഇരിക്കാനായിട്ട് പാടുള്ളതല്ല എന്നുള്ളതാണ് ഈ മുന്നറിയിപ്പുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവസാനമായിട്ട് ആത്മീയ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, അതാണ് നമ്മൾക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ. ആത്മീയ ലോകത്ത് ഇവിടെ ഞാൻ ഒത്തിരി വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ മാത്രമേ താല്പര്യപ്പെടുന്നുള്ളൂ. ആത്മീയ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ എന്താണ്? ആത്മീയ ലോകത്ത് നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, സുവിശേഷം സർവ്വലോകത്തിലും പ്രസംഗിക്കപ്പെടും. അഭൂതപൂർവമായിട്ടുള്ള സുവിശേഷ പ്രസംഗങ്ങളുടെയും സുവിശേഷീകരണത്തിന്റെയും മുന്നേറ്റം ഉണ്ടാകും. സുവിശേഷം സകല ലോകത്തിലും പല നിലകളിലും പ്രസംഗിക്കപ്പെടുന്ന ഒരു സവിശേഷപരമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മാറുന്നു. സുവിശേഷം പല നിലകളിൽ ആളുകളിലേക്ക് എത്തിക്കുന്നു. നമുക്കറിയാം, സോഷ്യൽ മീഡിയ, ടെലിവിഷൻ, ഒരു കാലത്ത് നമുക്കിതൊന്നും ഇല്ലായിരുന്നു അല്ലേ? ഇന്ന് നമുക്കിവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലേക്കും ആളുകളെ സന്ധിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരിലേക്ക് സന്ദേശം എത്തിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ശബ്ദം പോകുന്നു. നമ്മളിവിടെ നിന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ബീഹാറിലെത്താം. ബീഹാറിലുള്ളവർക്ക് നമ്മളെ അവിടെ ഇരുന്നുകൊണ്ട് കാണത്തക്ക നിലയിലേക്കുള്ള സാഹചര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വീഡിയോ കോൺഫറൻസിങ്ങുകൾ വഴി അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ വഴിയൊക്കെ നമുക്ക് ഇന്ന് എല്ലായിടത്തേക്കും റീച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റീച്ചിങ് ദി അൺറീച്ച് എന്ന് പറയുന്ന നിങ്ങൾ ലോകത്തിലൊക്കെയും പോയി എൻ്റെ സാക്ഷികളാകുക എന്ന് പറയുന്ന യേശുവിന്റെ വചനം, അത് സാധ്യമായി തീരുന്ന അതിന്റെ നിർവചനം, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വചനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ലോകം നീങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പൊ സർവ്വലോകത്തിലും സുവിശേഷം
പ്രസംഗിക്കപ്പെടും. മത്തായി 24:14 നമ്മളത് കാണുന്നുണ്ട്. ഇതങ്ങനെ പുരോഗമിക്കുമ്പോൾ സുവിശേഷത്തെ പരിഹസിക്കുന്നവർ വർദ്ധിക്കും. സുവിശേഷം പരിഹസിക്കപ്പെടും, ദൈവമക്കൾ പരിഹസിക്കപ്പെടും. അതൊന്നറിയണം. സുവിശേഷം സന്ദേശത്തെ പരിഹസിക്കും. 2 പത്രോസ് 3-4 വാക്യങ്ങളൊന്ന് വായിച്ച്. സുവിശേഷം എന്ന് പറയുമ്പോൾ ഞാൻ അതിന് ജനറൽ ആയിട്ടൊരു വാക്കാണ് ഉപയോഗിച്ചത്. സുവിശേഷം എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിലെ സന്ദേശങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ സന്ദേശങ്ങൾ, അതിന്റെ സന്ദേശം, ആ വിളംബരങ്ങൾ ഇവിടെ പരിഹസിക്കപ്പെടുന്ന, അതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം നീങ്ങുന്നു, അല്ലെങ്കിൽ അത് കാണുന്നു. വായിച്ച് 2 പത്രോസ് 3:3-4. അവന്റെ തൊട്ടുമുകളിൽ വായിച്ച് 3:2 മുതൽ വായിക്കാം. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിങ്കൽ ഇരുന്നത് പോലെ. ഇതിനുള്ള മാറ്റം വന്നിട്ടുണ്ടോ? അതിന് തുടക്കം മുതലേ കാണുകയാണ്. ഇതുവരെ ഇതിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. ആരംഭം മുതലേ കാണുന്ന കാര്യങ്ങൾ ഇപ്പോഴും കാണുന്നുണ്ട്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ? അത് കഴിഞ്ഞിട്ട് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുകയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുവാൻ ലോകത്തിലേക്ക് വന്നു. ഇനി അവൻ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ വീണ്ടും വരും എന്ന് പറയുന്നത് സുവിശേഷ പ്രസംഗത്തിന്റെ ഒരു ഭാഗമാണ്. ഇത് നമ്മൾ പ്രസംഗിക്കുകയാണ്. ഈ ലോകം അവസാനിക്കും. ഇപ്പൊ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ ലോകം അവസാനിക്കും, കർത്താവ് വരും, അവൻ നമ്മെ ചേർക്കും, പാപികളെ വിശുദ്ധന്മാരെ അവൻ ചേർക്കും എന്നൊക്കെ പറയുന്നത് ദൈവവചനത്തിന്റെ സന്ദേശമാണ്. പത്രോസ് പറയുകയാണ്, ഇതിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ആളുകൾ ചോദിക്കും, ഇതെന്നാ കുറച്ച് കഴിഞ്ഞത് ഞങ്ങൾ കുറെ നാളായോ കേൾക്കാൻ തുടങ്ങിയിട്ട് കർത്താവ് വരും എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ നോക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരത്തെ തന്നെ അത് നമ്മളോട് പറയുകയാണ്. അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെയെന്ന് ചോദിച്ചിട്ട് ഈ നമ്മൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ, ഇതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ദൈവവചനത്തിൽ തള്ളിക്കളയുകയും സ്വന്തം മോഹങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പരിഹാസികൾ ഉണ്ടാകും. അപ്പോൾ അതിന്റെ തൊട്ട് താഴെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. കർത്താവ് അവസരം കൊടുക്കുകയാണ്. ക്രിസ്തുവിലായവർ സുരക്ഷിതരാണ് കേട്ടോ. അതുകൊണ്ട് ക്രിസ്തുവിലായവർക്ക് ഭയപ്പെടാനൊന്നുമില്ല. അതുകൊണ്ട് കർത്താവ് വന്നാലും വന്നില്ലെങ്കിലും നമ്മുടെ കാര്യം ഗ്യാരണ്ടീഡാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവവചനത്തിന്റെ ആ മനോഹാരിത തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനും ഞാൻ സുരക്ഷിതനാണല്ലോ എന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുവാനുമാണ് ഈ പ്രസംഗങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇത് നമ്മൾ മറ്റൊരു തരത്തിലൂടെ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ടാണ് കർത്താവ് വരാൻ താമസിക്കുന്നത്? നമ്മളെ പോലെ രക്ഷിക്കപ്പെടണം, മറ്റുള്ളവരും രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കർത്താവിനുണ്ട്. അപ്പോൾ അവൻ താമസിക്കുന്നത് ചിലർ കൂടി മാനസാന്തരപ്പെടട്ടെ, അവരൊന്ന് സ്വയം തിരിച്ചറിവിലേക്ക് വരട്ടെ എന്നുള്ള ഒരു ദീർഘക്ഷമയുടെ ഭാഗമായിട്ടാണ് കർത്താവ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എന്നാൽ ഇത് അങ്ങനെ തന്നെ തുടരുകയില്ല എന്നുള്ളത് പത്രോസ് വീണ്ടും പറയുകയാണ്. ഇങ്ങനെ ഒത്തിരി കാലം കർത്താവ് ഈ ദീർഘക്ഷമയോടെ പോകുകയില്ല, ഇതൊരു അവസാനത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സുവിശേഷം സർവ്വലോകത്തിൽ പ്രസംഗിക്കപ്പെടുക മാത്രമല്ല, സുവിശേഷ സന്ദേശങ്ങളെ ലോകത്തുള്ളവർ പരിഹസിക്കുകയും സുവിശേഷം പ്രസംഗിക്കുന്നവർ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മെ സുവിശേഷ പ്രസംഗകരെ ക്രിസ്ത്യാനികളെ ജയിലിൽ അടക്കിയ മാത്രമല്ല, നമ്മെ കൊല്ലുന്നത് അവരുടെ ദൈവങ്ങൾക്ക്, കൊല്ലുന്നവരുടെ ദൈവങ്ങൾക്ക് ഒരു ബലിയർപ്പണമായി, ഒരു യാഗമായി അർപ്പിക്കുന്നു എന്ന് ചിന്തിക്കുന്ന
ചിന്തിക്കുന്ന കാലത്തിലേക്ക് വരികയാണ്. അങ്ങനെ വന്നില്ലേ ഐസിസ് മുതലായിട്ടുള്ള ഭീകര സംഘടനകൾ ക്രിസ്ത്യാനികളെ സിറിയയിൽ കൊന്നുപിടിച്ചപ്പോൾ അവർ ചിന്തിച്ചതെന്താ? അവരുടെ ദേവന്, അവരുടെ ദൈവത്തിന് അവർ ഒരു ബലിയർപ്പിക്കുകയാണ്, അവർ നല്ല കാര്യം ചെയ്യുകയാണെന്നാണ് അവർ ചിന്തിച്ചത്. അവർ കാഫീറുകളെ കൊന്നുകളയുമ്പോൾ അവരുടെ വിശ്വാസത്തിന്, അവരുടെ ദൈവത്തിന് വേണ്ടി നല്ല കാര്യം ചെയ്യുന്നു എന്നുള്ള ചിന്തയാണ് അവർക്ക് ഉണ്ടായത്. ഇത് നോക്കണം, വേദപുസ്തകം എത്ര വ്യക്തമായിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളത് വായിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുകയാണ്. അപ്പോൾ സുവിശേഷകരെ ആക്രമിക്കുന്നു, ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നു, നമ്മെ കൊല്ലുന്നത് പോലും വലിയ പുണ്യമായിട്ട് ചിന്തിക്കുന്ന, നല്ല കാര്യം ചെയ്യുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ നീങ്ങും എന്നുള്ളത് ഓർത്തു കൊടുക്കുക. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടും, സുവിശേഷ സന്ദേശത്തെ പരിഹസിക്കും, ക്രിസ്ത്യാനികൾ ലോകമെങ്ങും പീഡിപ്പിക്കപ്പെടും, വലിയ ഉപദ്രവങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാകും എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശാരീരികമായിട്ട്, മാനസികമായിട്ട്, സാമൂഹികമായിട്ടുള്ള എല്ലാവിധമായ ഉപദ്രവങ്ങളും ഒരുപക്ഷെ നമ്മൾക്ക് ഉണ്ടായില്ല. വേദപുസ്തകം അത് നമ്മൾ പറയും. ഇനി മറ്റൊരു കാര്യം നമ്മൾ കാണുന്നത്, ഈ വിശ്വാസം ഉപേക്ഷിച്ച്, ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് അനേകർ പുറത്തു പോകും. കുറെ നാൾ നമ്മളോടൊപ്പം ആരാധിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും പാട്ട് പാടുകയും അംഗമായിരിക്കുകയും സ്റ്റേജിൽ പ്രസംഗിക്കുകയും മെസ്സേജ് റെക്കോർഡ് ചെയ്യുകയും കസേര നിരത്താൻ സഹായിക്കുകയും നേരത്തെ യോഗങ്ങൾക്ക് വരികയും ചെയ്യുന്ന ചിലരെയൊക്കെ നമ്മൾ കുറച്ച് ആളുകൾ എത്തിയില്ല. ചിലപ്പോൾ കണ്ടെന്ന് വരില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകും. അത് നമുക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ പക്ഷെ ഞാനത് സൂചിപ്പിക്കാം. അപ്പോൾ വലിയ ആത്മീയ അധപ്പതനങ്ങളും വിശ്വാസത്യാഗങ്ങളും ഒഴിഞ്ഞു പോക്കലുകളും സമൂഹത്തിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ കാണുന്നത് എന്താ പറയുമോ, ഒരു കൂട്ടം ആളുകൾ ഒരു ഡോറിലൂടെ പ്രവേശിച്ച് സഭയിലേക്ക് വരുമ്പോൾ മറ്റൊരു കൂട്ടം ആളുകൾ മറ്റൊരു ഡോറിലൂടെ വെളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് സംഭവിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? സുവിശേഷം ലോകത്തിൽ പ്രസംഗിക്കപ്പെടുകയും അനേകർ സഭയിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ സഭയിൽ ഉണ്ടായിരുന്ന കുറെ ആളുകൾ എന്ത് ചെയ്യും? വേറെ വാതിലൂടെ അവർ പുറത്തുകയും ചെയ്യും. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഉണർവിനോടൊപ്പം തന്നെ വലിയ ആത്മീയ അപചയങ്ങളും വലിയ വിശ്വാസ ത്യാഗങ്ങളും നമ്മുടെ ഇടയിൽ സംഭവിക്കും. ഒത്തിരി ആളുകൾ വിശ്വാസത്തിൽ നിന്ന് പോകും. അത് സംഭവിക്കാതിരിക്കാൻ നമ്മൾ സൂക്ഷിച്ചോളണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നമ്മെ തന്നെ എപ്പോഴും ഒന്ന് ശോധന ചെയ്യേണ്ടത്. ഞാൻ ശരിക്കും വിശ്വാസം തന്നെയാണോ, ഞാൻ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് നമ്മളെ കുറിച്ച് ശോധന ചെയ്യണം എന്ന് ഓർമ്മിക്കുന്നു. കപടഭക്തി വർദ്ധിക്കും. ഓക്കെ, ഞാൻ വാക്യങ്ങൾ നിങ്ങളോട് പറയുന്നില്ല, ചില സ്ഥലങ്ങളൊന്നും പറയുന്നില്ല അല്ലേ. ഓക്കെ, കപടഭക്തി വർദ്ധിക്കും. 2 തിമോത്തിയോസ് 3:5. ഓക്കെ, 2 തിമോത്തിയോസ് 3:5. കപടഭക്തി വർദ്ധിക്കും. കപടഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിപ്പോക്രസി, ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാര്, ഭക്തിയുടെ വേഷം ധരിക്കുന്നവര്. അവർക്ക് വേഷങ്ങളും ഭാവങ്ങളും മാത്രമേ ഉള്ളൂ, ആന്തരികമായിട്ട് അവർക്ക് എന്തില്ല, ഭക്തി ഇല്ലാത്തവരായിട്ട് ജീവിക്കുന്നവരായിരിക്കും. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. അവരുടെ വാസ്തവത്തിൽ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കില്ല. അവർ ഭക്തിയുടെ വേഷം ധരിച്ച് ജീവിക്കുന്നവരാണ്. ഭക്തിയുടെ വേഷങ്ങൾ ധരിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടാകും. അവർ യഥാർത്ഥ ഭക്തന്മാരായിരിക്കണമെന്ന് നിർബന്ധമില്ല. അവർ സഭയിൽ വരുന്നത് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയോ ലാഭങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും ആദായങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ ആകും. കർത്താവിനെ അറിഞ്ഞുകൊണ്ടോ കർത്താവിനെ സ്നേഹിച്ചതുകൊണ്ടോ സത്യങ്ങൾ മനസ്സിലാക്കിയതുകൊണ്ടോ ആകണമെന്നില്ല. കപടഭക്തിക്കാരായി സഭയിൽ ധാരാളം ആളുകൾ ഉണ്ടാകും. കപടഭക്തി വർദ്ധിക്കും. ഭക്തിയുടെ വേഷം അനേകർ ധരിക്കും. ഓക്കെ, ഇനി നമുക്ക് കാണാൻ കഴിയുന്നത് വചനവിരുദ്ധമായ ആത്മീയ ആചാരങ്ങളും നിയമങ്ങളും പ്രാബല്യത്തിൽ വരും. വചനവിരുദ്ധമായ ആത്മീയ ആചാരങ്ങൾ, നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ 1 തിമോത്തിയോസ് 4-ാം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ ഒരു സൂചന അവിടെ കാണുന്നുണ്ട്. 1 തിമോത്തിയോസ് 4:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്ന ലക്ഷണങ്ങളുടെ ഭാഗമായിട്ട് കാണുന്ന ഒന്നാണ് ഭക്ഷണം വിലക്കുക, വിവാഹം വിലക്കുക എന്നിവയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതിരിക്കുന്നത് ഭക്തിയുടെ ഭാഗമായിട്ട് പറഞ്ഞ് പ്രചരിപ്പിക്കും. ഓക്കെ, വെജിറ്റേറിയനിസം ആണ് കൂടുതൽ ഭക്തിയുള്ളവരുടെ ഭക്ഷണം എന്ന് പറയുന്ന ചില ആഹാര സാധനങ്ങൾ, ഒരു പക്ഷേ പോർക്ക് കഴിക്കാതിരിക്കുന്നതുമാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതുമാണ് ശരിയായിട്ട് ഭക്തിയുള്ള ജീവിതത്തിന്
നല്ലത്, അല്ലെങ്കിൽ ഭക്തന്മാരായി ജീവിക്കാൻ വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലെ എന്നൊക്കെ പറയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന, വിവാഹത്തെ വിലക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങും. അപ്പോൾ ഇനി വിവാഹം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പോലും നമ്മുടെ ഇടയിൽ നിന്ന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നിങ്ങൾ സമൂഹത്തിലേക്ക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എന്തിനാ കല്യാണം കഴിക്കുന്നത്? വിവാഹം കഴിക്കണ്ട, നമുക്ക് എന്ത് ചെയ്താൽ മതി? ലിവിങ് ടുഗെദർ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരാറൊന്നും വേണ്ട, നമുക്ക് ജീവിക്കാം, ഒരുമിച്ചൊക്കെ മുന്നോട്ട് പോകാൻ വേണ്ട. അതൊന്നും ഇപ്പൊ ഈ നൂലാമാരുകൾ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും? ഇത് ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ പിന്നെ വേറെ കരാറുണ്ടാകണം, ഒപ്പിടണം, കേസ് കൊടുക്കണം, ഫയൽ ചെയ്യണം, 2 വർഷം കാത്തിരിക്കണം, ഈ വക കാര്യങ്ങളൊന്നും വേണ്ട. പിന്നെന്താണ് നമുക്ക് വേണ്ടെന്ന് വെച്ചിരിക്കുമ്പോൾ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ വെക്കാം. അങ്ങനെ ഒരു എന്ന് പറഞ്ഞാൽ വിവാഹത്തിന്റെ പവിത്രത, അതിന്റെ മാന്യത, ആ സംസ്കാരം നമ്മുടെ ഇടയിൽ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് വേറെ തലത്തിൽ സഭയിലേക്ക് കയറി വരും. ഓക്കെ, അത് വേറെ രൂപത്തിലും ഭാവത്തിലും സഭയുടെ അകത്ത് പഠിപ്പിക്കലുകളായിട്ട് പ്രത്യക്ഷപ്പെടും എന്നുള്ളത് അറിയുക. അപ്പോൾ ചുരുക്കത്തിൽ ഇതിലും ഈ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള ആത്മീയ പരിവേഷങ്ങൾ അണിയിക്കപ്പെടുന്ന ആചാരങ്ങൾ സഭയിലുണ്ടാകും. അത് ജനറലായിട്ട് ഞാൻ പറയുന്നതാണ്. വേദപുസ്തകത്തിൽ അതിനെന്തില്ല, പിൻബലമുണ്ടാകില്ല. പക്ഷെ ഭക്തിയുടെ ഒരു പ്രകടമായിട്ടും ഇതാണ് യഥാർത്ഥ ഭക്തി, ഇതാണ് നല്ല ആചാരം, ഇതാണ് നമ്മുടെ കീഴ്വഴക്കം എന്നൊക്കെ പറയുന്ന വചനവിരുദ്ധമായിട്ടുള്ള ആത്മീയ പരിവേഷമുള്ള ആചാരങ്ങൾ, നിയമങ്ങൾ സഭയിൽ ഉണ്ടാകും, ക്രൈസ്തവ ലോകത്ത് ഉണ്ടാകും എന്ന് നമ്മൾ കാണുന്നു. ഇതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി ആത്മീയതയുടെ പേരിൽ തട്ടിപ്പുകൾ നടക്കും. ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ ചിലരൊക്കെ അതിന്റെ ഇരകളായിട്ടുള്ളവരുണ്ടാകും അല്ലേ? കള്ളപ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെയും വാക്കുകൾ കേട്ട് വിശ്വസിച്ച് പണവും ജീവിതവും ആയുസ്സും നഷ്ടപ്പെടുത്തിയ എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ ഈ സഭയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട്. നമ്മുടെ പണം പോയി, ആയുസ് പോയി, എന്തു വേണ്ട അത് ഇത് കേട്ടിട്ട് നമ്മൾ ഇങ്ങനെ കാത്തിരുന്നു, എവിടെയൊന്നും നടക്കണില്ല. കള്ളപ്രവാചകന്മാരും പ്രവചനങ്ങളും യേശുവിന്റെ പേരിൽ നടത്തി, തട്ടിപ്പ് നടത്തി, മനുഷ്യരെ വഞ്ചിച്ച് പൈസ പോയിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇത് നിങ്ങളിത് കാണേണ്ടത്, അറിയേണ്ട മറ്റൊരു കാര്യം, ഇതൊന്നും കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത ഒരു സംഭവം കൂടി നമ്മുടെ ഇടയിൽ ഉണ്ടാകും. ഇത് എത്ര പറഞ്ഞു കൊടുത്താലും, എത്ര കേട്ടാലും, എത്ര അനുഭവിച്ചാലും ഇതുകൊണ്ടൊന്നും പഠിക്കാത്തതായിട്ടുള്ള ഒരു വിഭാഗവും നമ്മുടെ ഇടയിൽ ഉണ്ടാകും. കാരണം എന്താ പറയുക, ഇതൊരു ലഹരിയായിട്ട് മാറുകയാണ്. ഇതൊരു ലഹരിയായിട്ട് മാറും. കഞ്ചാവ് നിങ്ങൾ ഒരിക്കൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള ലഹരി, എനിക്ക് അതിന്റെ പേര് മാത്രം പറയാൻ ആയി വരുന്നുള്ളൂ തോന്നുന്നുണ്ടാണ്. ഓക്കെ, കഞ്ചാവ് മുതലായ ലഹരികളൊക്കെ, ചില ലഹരികളൊക്കെ ഒരു പ്രാവശ്യം എടുത്താൽ മതി എന്നാണ് പറയുന്നത്. പിന്നീട് അത് എടുക്കാനുള്ള ഒരു ത്വരയായി മാറുകയാണ്, ഒരു ആവേശമായി മാറുകയാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പറയുന്നത്, ആ സാധനങ്ങൾ നിങ്ങൾ തൊട്ടുനോക്കാൻ പോലും, ഒരു രസത്തിന് പോലും, ഒരു രസത്തിന് പോലും നിങ്ങൾ അതിലേക്ക് കണ്ണുവെക്കരുത്. ഇവിടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് പറയുന്നത്, ഷാരൻ മുതലായിട്ടുള്ള ഷാരൻ, അതുപോലെ ആഷിർ, ആഷിക്ക്, ഇങ്ങനെയുള്ള പിള്ളേരൊക്കെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോടും കൂടി പറയുകയാണ്, നിങ്ങൾ ഇച്ചിരി വിശ്വാസം കൂടുതലുള്ളവരാണ് നിങ്ങൾ അധികം പേര് പറയാത്തത്. ഓക്കെ, ഇതില് ആഷിക്കിനെ നമുക്ക് വിശ്വാസമാണ്, എനിക്കും പറയാൻ പറ്റില്ല എന്നാലും. ഓക്കെ, എല്ലാവരോടും പറയുകയാണ്, എല്ലാവരോടും പറയുകയാണ്, എല്ലാ കുഞ്ഞുങ്ങളോടും പറയുകയാണ്. ഒരു രസത്തിന് പോലും ഒന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ നിങ്ങളത് തൊട്ട് നോക്കുക പോലും വരുന്നത്, അതിലേക്ക് പോകുക പോലും ചെയ്യണം. നോ പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഉണ്ടാകണം, പുരുഷത്വം നിങ്ങൾ കാണിക്കണം, ആണത്വം നിങ്ങൾ കാണിക്കണം. അത് കഴിച്ചില്ല, അത് തൊട്ടില്ല, അത് മണത്തില്ല എന്ന് കരുതി നിങ്ങൾ ആരും ആണല്ലാതെയും മാറുകയില്ല. നിന്റെ ജീവിതം നശിപ്പിച്ചുകൊണ്ടേ അത് പോവുകയുള്ളൂ. ഓക്കെ, അത് നശിപ്പിച്ചുകൊണ്ടേ പോവുകയുള്ളൂ. ലഹരികൾക്ക് അടിമപ്പെടരുത്. ഒരു വിധത്തിലുള്ള ലഹരികൾക്കും നമ്മൾ അടിമപ്പെടുവാനായിട്ട് പാടുള്ളതെല്ലാം നമ്മൾ നശിപ്പിക്കും. ഓക്കെ, അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഇതുപോലെയാണ് ആത്മീയതയിലെ കപട ലഹരിയുമുള്ളത്. അത് ഞാൻ പറഞ്ഞത്. ഇത് തെറ്റാണെന്നറിയാം, ഇത് ശരിയതാണെന്നറിയാം, ഇത് തന്ത്രമാണെന്നറിയാം, ഇത് പറ്റിക്കലാണെന്നറിയാം, പരാജയപ്പെട്ട് കുഴിയിൽ പല വർഷം വീണതാണെന്നും അനുഭവങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഇത് കേൾക്കണം, ഇടയ്ക്കാണ്
എന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്യുന്ന നിലയിലുള്ള ഇതാണ് ലഹരിയുടെ അവസ്ഥ. എന്താ ലഹരി? നമുക്ക് ഈ കഞ്ചാവ് മുതലായ ലഹരികൾ എന്താ ചെയ്തത്? നമ്മളെ ഉണർത്തുകയാണ്. പക്ഷെ ആ ലഹരി അത് പോകുമ്പോഴില്ല, ഈ ചേമ്പുന്നാണ്ട് ഒടിച്ചിട്ടേക്കണമല്ലേ ഇതിന്റെ അവസ്ഥ. ഞങ്ങൾ പണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ തോന്നുന്നു, ഞങ്ങൾ ഈ പണ്ട് കാലത്തുള്ള സംഭവം ഇപ്പൊ പറഞ്ഞാൽ തെറ്റില്ലായിരിക്കുമല്ലോ, കേസെടുക്കില്ലാന്ന് വിചാരിക്കും. പണ്ട് കാലത്തൊക്കെ പാമ്പുകളെ കൊല്ലായിരുന്നു. ഇപ്പൊ പാമ്പിനെ കൊന്നാലും, പാമ്പ് നമ്മെ കൊന്നാലും പ്രശ്നമില്ല, പക്ഷെ പാമ്പിനെ നമ്മെ ചെയ്യാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. അതൊക്കെ അറിഞ്ഞെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് പാമ്പ് പിടുത്തക്കാരെ വെച്ച് പാമ്പിനെ രക്ഷിച്ച് അദ്ദേഹത്തെ വേറെ കാട്ടിൽ കൊണ്ടുപോയി ഒക്കെ വിടുന്നത്. നമ്മളൊക്കെ എന്താകും? അദ്ദേഹമൊക്കെ ശവശരീരമായിട്ട്, നമ്മളൊക്കെ ശവശരീരമായിട്ട് കിടക്കും. അപ്പോ പണ്ട് കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ വീട് ഈ ഫോറസ്റ്റ് ഏരിയയുടെ അടുത്ത് കിടക്കുന്നതായിരുന്നു. അപ്പൊ മിക്കവാറും പാമ്പിനെ കാണുക, പാമ്പിനെ കൊണ്ടുപോയൊക്കെ ഒരു ചതിയായിരുന്നു. അപ്പൊ മൂക്ക പാമ്പിനെയൊക്കെ കൊന്നിട്ടെങ്കിൽ കിട്ടും. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള ചില അന്നത്തെ ആദ്യത്തെ അനുഭവം പറയാണ്. ഒരു കുഞ്ഞുമോൻ കൊണ്ട് ചേട്ടനുണ്ടായിരുന്നു. കുഞ്ഞുമോൻ ചേട്ടൻ പറഞ്ഞു, എടാ ഞാൻ കാര്യം കാണിച്ചു തരാം, ഇച്ചിരി മണ്ണെണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നു. ഈ മണ്ണെണ്ണ എടുത്തുകൊണ്ട്, അപ്പൊ നമ്മളൊന്ന് ആദ്യമായിട്ട് കാണുകയാണ്. മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ചത്ത് കിടക്കുന്ന പാമ്പിന്റെ മുകളിലേക്ക് ഒഴിക്കും. അപ്പൊ ഈ പാമ്പ് പിന്നെ ചത്ത് കിടന്നു എന്ന് വിചാരിക്കുന്ന പാമ്പിന് ഒരു ജീവനൊക്കെ ഇങ്ങനെ വളർന്നിട്ട് അതൊരു പുളയും നീങ്ങിയൊക്കെ നീങ്ങും. പക്ഷെ അതൊന്നും ചെയ്യില്ല. അത് അത്രയും നേരം അതെന്തോ ഒരു ജീവൻ അവിടെ അവശേഷിച്ചത് കൊണ്ട് ഈ മണ്ണെണ്ണ ചെന്നപ്പോഴുണ്ടായ ഒരു അനക്കം മാത്രമാണ്. അല്ലാണ്ട് അത് എന്നേക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്ന് പറഞ്ഞതുപോലെ ഈ സാധനം ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനക്കമുണ്ടല്ലോ, അത് പോയി കഴിയുമ്പോൾ ചത്ത് കിടക്കുന്ന അവസ്ഥയിലേക്കാണ് ഈ ലഹരിക്ക് അടിമപ്പെട്ടത്. ഓക്കെ, ഇതേപോലെ ആത്മീയ ലഹരി, ആത്മീയ എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ളതിനെ കുറിച്ചല്ല പറഞ്ഞത്. ഈ കള്ളപ്രവാചകന്മാരുടെയും പ്രവാചകന്മാരുടെയും തട്ടിപ്പുകാരുടെയും ഇടയിൽ കുടുങ്ങി ജീവിതം നഷ്ടപ്പെടുത്തുന്ന ധാരാളം ആളുകൾ വിശ്വാസ ലോകത്തിലുണ്ട്. എന്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കർത്താവിനാൽ നയിക്കപ്പെടുക, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുക, ദൈവവചനത്താൽ നയിക്കപ്പെടുക. പ്രലോഭനങ്ങളിൽ കുടുങ്ങിപ്പോകരുത്. ഓക്കെ, ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയുള്ളവരാണെന്നും ദൈവത്തിന്റെ ആലോചനകൾ എങ്ങനെയുള്ളതാണെന്നും ദൈവം ഒരു വ്യക്തിയെ എങ്ങനെയാണ് നയിക്കുന്നതെന്നും നടത്തുന്നതെന്നും നാം അറിയണം. ഇല്ല എങ്കിൽ നമ്മൾ തെറ്റായ ഇടങ്ങളിൽ ചെന്നുപെടും, പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടും, നമ്മൾ നശിച്ചു പോകും. അതുകൊണ്ട് ജീവിതം അങ്ങനെ കളയരുത്. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് കള്ളപ്രവാചകന്മാരും പ്രവാചകിമാരും ആത്മീയയുടെ പേരിൽ, ക്രിസ്തുവിന്റെ പേരിൽ തട്ടിപ്പ് നടത്തുന്നവരായി മാറും. 10-ാം സുവിശേഷം 26-ാം അധ്യായം 5-11 വാക്യങ്ങളെല്ലാം നമ്മളവിടെ കാണുന്നു. കള്ള ക്രിസ്തുക്കൾ ഉണ്ടാകും, കള്ള പ്രവാചകന്മാരുണ്ടാകും. ഇതൊക്കെ നമുക്ക് ഇനി കാണുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കുകയാണ്. ഇനി കള്ള ഇടയന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും അപ്പോസ്തലന്മാരും വർദ്ധിക്കും, കള്ള പാസ്റ്റർമാരും വർദ്ധിക്കുന്നു. അതാണ് ഉദ്ദേശിച്ചത്. കള്ള ഇടയന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും ഉണ്ടാകും. ഇടയന്മാരല്ലാതെ ആയിരിക്കുമ്പോൾ തന്നെ ഇടയന്മാർ എന്ന പേര് ചാർത്തിക്കൊണ്ട് വിളിക്കപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഒരാളെ പാസ്റ്റർ എന്ന് വിളിക്കണമെങ്കിൽ വാസ്തവത്തിൽ ആരായിരിക്കണം? പാസ്റ്റർ. പാസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ? പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാറ്റിൻ വാക്കാണ്. അതിന്റെ അർത്ഥം ഇടയൻ എന്നാണ്. ഓക്കെ, ലാറ്റിൻ പദത്തിൽ നിന്നാണ് പാസ്റ്റോറെ എന്ന് പറയുന്ന ഒരു ലാറ്റിൻ വാക്കിൽ നിന്നാണ് പാസ്റ്റർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇടയൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇടയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇടയൻ എന്ന് പറയുന്ന ആളുകളുള്ളവരാണ്. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ സഭയെ നയിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുന്നത്. സഭാജനത്തെ അവർക്ക് ആത്മീയ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയെയാണ് പാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാസ്റ്റർ എന്ന ഒരാളെ വിശേഷിപ്പിക്കപ്പെടണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു സഭ ഉണ്ടാകണം, അദ്ദേഹത്തിന് കീഴിൽ ഒരു കൂട്ടം ജനങ്ങൾ. അത് എണ്ണവും പ്രശ്നമല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പരിപാലനയിൽ, നടത്തിപ്പിൽ ഒരു ലോക്കൽ സഭ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവരെയാണ് എന്ന് പറയുന്നത് പാസ്റ്റർ എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യാണ്? പാസ്റ്റർ എന്ന് വിളിയാൻ കൊടുക്കുകയാണ്. നിങ്ങൾ ദൈവം വിളിക്കേണ്ടതാണ്. പറഞ്ഞ പക്ഷെ നമ്മുടെ സഭ പാസ്റ്റർ അല്ലാത്തവരെ പാസ്റ്റർ എന്ന് വിളിക്കരുത്. കാരണം അത് തെറ്റായ ഒരു പേര് ചാർത്തിക്കൊടുക്കലുമാണ്. അനാവശ്യമായ ചിന്താഗതികൾ ആ വ്യക്തികളിലേക്ക് കൊടുക്കുകയും അനാവശ്യമായിട്ടുള്ള ഭാവങ്ങൾ ആ വ്യക്തികൾ സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു സഭയിലെ ഉത്തരവാദിത്വം ശുശ്രൂഷയുള്ള വ്യക്തികളെ മാത്രം പാസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. ഇങ്ങനെ ഞാൻ പറയുമ്പോഴും പാസ്റ്റർ അല്ലാത്തവരെ ഞാൻ പാസ്റ്റർ എന്ന് വിളിച്ചു പോകാറുണ്ട്. അതായത് നമ്മളൊരു ഗതികേടാണ്.
അപ്പോൾ വാസ്തവത്തിൽ പാസ്റ്റർ എന്ന് പറയുന്നത് സഭയുടെ ശുശ്രൂഷകന്മാരെയാണ് പാസ്റ്റർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് വിളിച്ചാൽ ചെയ്യുന്നത്? ബ്രദർ എന്ന് വിളിച്ചാൽ അതിന് നല്ല മനോഹരമായ പേരുണ്ടോ? സഹോദരൻ. പത്രോസ് പൗലോസിനെ വിളിച്ചത് എങ്ങനെയാണ്? പത്രോസ് തന്റെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനായിരിക്കുമ്പോൾ പോലും അപ്പോസ്തലത്വത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും അതൊരു സ്ഥാനീയമായ പേരായിരിക്കുമ്പോൾ പോലും മനോഹരമായിട്ട് പത്രോസ് പൗലോസിനെ വിളിച്ചത് നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് എന്നാണ്. ഞാൻ ഈ എവിടെയെന്ന് പറയുന്നില്ല, ഒരാളെ സഹോദരന്ന് വിളിച്ചു. ഓക്കെ, ഡാഡി ചിരിക്കുന്നത് കാരണം ഡാഡിക്ക് നന്നായിട്ട് അറിയാം, കിച്ചണും അറിയാം. ഞാൻ ഒരാളെ സഹോദരാന്ന് വിളിച്ചു. എൻ്റെ സഹോദരാന്ന് നമ്മളിങ്ങനെ വിളിക്കില്ലേ? എൻ്റെ പൊന്നു സഹോദര വിളിക്കാൻ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ ഒരു പാസ്റ്ററെന്ന് വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തെ പാസ്റ്ററെന്ന് വിളിച്ചില്ല എന്നുള്ളത് കൊണ്ട് അദ്ദേഹം എന്നോട് ശുഭിതനായി. പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന പ്രസ്ഥാനത്തിന്റെ ഇന്ന ഓർഡിനേഷനുള്ള ഐഡന്റിറ്റി കാർഡുള്ള വ്യക്തിയാണ് എന്ന് പുള്ളി പറയുകയാണ്. അതിന് ഞാൻ പാസ്റ്ററെ എന്ന് കളിയാക്കി വെച്ചു. ഓക്കെ, അപ്പോൾ ഇത് എടുക്കാനായിട്ടൊരു താല്പര്യമാണ്. ഒരു സഭയുടെ ചുമതല പോലില്ല. ഇങ്ങനെ ലോകം മുഴുവൻ കറങ്ങി കിടന്ന് എന്തെങ്കിലും ചെയ്യുന്നവരെ പാസ്റ്റർ എന്നല്ല വിളിക്കുന്നത്. അവരെ നമ്മൾ എന്ത് വിളിക്കാൻ വേണമെങ്കിൽ സുവിശേഷകൻ എന്ന് വിളിക്കാം. ഓക്കെ, സുവിശേഷകർ എന്ന് വിളിക്കാം. അവരെങ്ങനെ വിളിച്ചോ? അല്ലെങ്കിൽ നമ്മൾ അപ്പോൾ ഈ ശുശ്രൂഷകൾക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിന് അടിസ്ഥാനപരമായ ആ അടിസ്ഥാനത്തോടു കൂടി നമ്മൾ വിളിക്കാവുള്ളൂ. പാസ്റ്റർ ആയിരിക്കുന്നവരെ മാത്രമേ പാസ്റ്റർ എന്ന് വിളിക്കാവുള്ളൂ. നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? കള്ള ഇടയന്മാരും കള്ള ഉപദേഷ്ടാക്കന്മാരും എന്ന് പറഞ്ഞാൽ ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ എന്താണ്? സഭയില് ജനത്തെ ദൈവവചനം പറഞ്ഞ് പഠിപ്പിച്ച് അവരെ ദൈവവചനത്തിൽ അഭ്യസിപ്പിക്കുന്ന വ്യക്തിയാണ് ഉപദേഷ്ടാവ് എന്ന് പറയുന്നത്. പക്ഷെ കള്ള ഉപദേഷ്ടാക്കന്മാരുണ്ടാകും, കള്ള അപ്പോസ്തലന്മാരുണ്ടാകും. ഇത് വേദപുസ്തകം പറയുന്ന മുന്നറിയിപ്പുകളാണ് എന്നുള്ളത് അറിയുക. അപ്പോൾ നമ്മുടെ സമയം വേഗം തിരികെയാണ്. അപ്പോൾ കള്ള ഇടയന്മാർ, കള്ള അപ്പോസ്തലന്മാർ, കള്ള ഉപദേഷ്ടാക്കന്മാർ വർദ്ധിക്കും. 2 പത്രോസ് 2-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ് അതിന് ആധാരമായിട്ടുള്ളത്. 2 പത്രോസ് 2-ന്റെ 1, 2, 3 വാക്യങ്ങൾ പിന്നാലെ വായിച്ചാൽ മതി. അതുപോലെ ദ്രവ്യാഗ്രഹികളായിട്ട് മാറും. ഇവരെല്ലാം കർത്താവിന്റെ വേല എങ്ങനെ ചെയ്യുകയാണ്? ദ്രവ്യാഗ്രഹത്തോടെ ചെയ്യുകയാണ്. ദ്രവ്യാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്വാദിന് എന്തിനു വേണ്ടിയിട്ടാണ്? വരുമാനത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ള അവസ്ഥയിലേക്ക് മാറുകയാണ്. ശുശ്രൂഷ ചെയ്യുന്നത്, ശുശ്രൂഷയിൽ നിൽക്കുന്നത്, ശുശ്രൂഷ തുടരുന്നത് പോലും പണത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. ആ അവസ്ഥയിലേക്ക് മാറുന്നു. ദ്രവ്യാഗ്രഹം ഉള്ളവരായിട്ട് നേതാക്കന്മാര്, ഉപദേഷ്ടാക്കന്മാര്, ഇടയന്മാര്, അപ്പോസ്തലന്മാര് ഒക്കെ കള്ള ഇടയന്മാർ അവർ നീങ്ങും എന്നുള്ളത് നമ്മൾ കാണുന്നു. ഇനി മറ്റൊന്ന് ദുരുപദേശങ്ങൾ പെരുകും. നിങ്ങൾക്കറിയാം, ദുരുപദേശങ്ങൾ പെരുകും. വചനത്തെ കോട്ടിക്കളയുകയും ജനത്തിന് വചനം കേൾക്കുന്നതിന് താല്പര്യം, കഥകൾ കേൾക്കുന്നതിനുള്ള താല്പര്യമായിട്ട് വർദ്ധിക്കും. അപ്പോ ദുരുപദേശങ്ങൾ പെരുകും. വാക്യം 2 തിമോത്തിയോസ് 4-ന്റെ 3-4, 2 പത്രോസ് 3-ന്റെ 16. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ, 2 പത്രോസ് 3-ന്റെ 16. ഈ വാക്യങ്ങളിലൂടെ എല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ദുരുപദേശങ്ങൾ വർദ്ധിക്കും, തെറ്റായ ഉപദേശങ്ങൾ വർദ്ധിക്കും. പിന്നെ ആളുകൾക്ക് ഇപ്പൊ ഞാൻ ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളുണ്ട്, ഇപ്പൊ ഈ പറയുന്നത് അതിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇതൊരു ഉപദേശപരമായിട്ടുള്ള പഠിപ്പിക്കലിന്റെ ഭാഗമാണ്. ജനങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം എന്താണെന്ന് അറിയാമോ? പൗലോസ് പറയുന്ന പോലെ കർമ്മരസമാകുമാറുള്ള പ്രസംഗങ്ങളാണ്. കഥകൾ കേൾക്കാനാണ് ഇഷ്ടം, അനുഭവങ്ങൾ കേൾക്കാനാണ് ഇഷ്ടം. കഥകൾ പറയുന്നത് എന്താ പറയാ, എന്താ അങ്ങനെ പറയില്ലെന്ന് വലിയ വലിയ വീരകൃത്യങ്ങൾ പറയുക, ഇല്ലാത്ത കാര്യങ്ങളും ഉണ്ട് എന്ന നിലയിൽ പറയുക. അത്ഭുതം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ ബീഹാറിൽ പോകുമ്പോൾ അവിടെ ആൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. ഇവിടെയെങ്കിലും ഞാൻ പ്രാർത്ഥിച്ചാൽ ആരും ഉയർത്തെഴുന്നേറ്റില്ല. ഞാൻ ബീഹാറിൽ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നു. എന്ന് വേണ്ട, ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാനായിട്ട് അവിടെ അത് നടക്കുന്നു, ഇവിടെ ഇത് നടക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആളുകളെ ഇക്കിളിപ്പെടുത്തുകയും മുൾമുനയിൽ നിർത്തുകയും അവരെ ഇങ്ങനെ ആവേശഭരിതരാക്കി കൊണ്ടുപോവുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ആളുകൾക്ക് എന്തില്ല? കട്ടിയുള്ള കാര്യങ്ങൾ കേൾക്കാനും അറിയാനും അത് ആസ്വദിക്കാനുള്ള മനസ്സിലുണ്ടാവുകയാണ്. അതൊന്നും വലിയ താല്പര്യമില്ല. മറിച്ച് ഇപ്പോൾ ഞാൻ 2 ഓട്ടോ ഓടി ചാടി ഇറങ്ങി നിങ്ങൾ കല്ലിലൊക്കെ
കൈവച്ചിട്ട് മകനെ മകളെ പ്രതിസന്ധികൾ മാറും, കർത്താവ് വിടുതൽ കാണുന്നു, ഞാൻ കാണുന്നു, ഞാൻ ഇപ്പോൾ കാണുന്നു, ഒരു പുതിയ വഴികൾ തുറക്കുന്നു, വീടിന്റെ പണി തീരുന്നു, അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊക്കെ പറയുന്ന കുറെ വാക്കുകളും വാചകങ്ങളും കേട്ടിട്ട് ഇനിയിപ്പോൾ അത് നടന്നിലേക്ക് വേണ്ടിയില്ല, അങ്ങനെ കേട്ടാൽ മതി എന്നുള്ള അവസ്ഥയാണ്. വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ സ്ഥിതി എന്തെങ്കിലും പഠനം തന്നെയാണ്, ഒരാഴ്ച കഴിയുമ്പോഴും സ്ഥിതി എന്തെങ്കിലും മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതിങ്ങനെ ലഹരി പോലെ കേട്ടുകൊണ്ടിരിക്കും, കർണ രസമാകും. അപ്പൊ ആളുകൾക്ക് ഇത് ഇഷ്ടമാണെന്ന് ആർക്കറിയാം? പല പ്രഭാഷകന്മാർക്കും അറിയാം. അപ്പൊ അതുകൊണ്ടാണ്, ഇനി ഞാനൊരു കാര്യം കൂടി പറയാം, അതുകൊണ്ടാണ് ഈ പ്രഭാഷകന്മാർ പോലും വഴിതെറ്റി പോകുന്നത്. ആളുകൾ ഇരിക്കുന്നത് പുതിയത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകൾ ഇരിക്കുന്നത് പുതിയ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പാസ്റ്റർ പുതിയ കാര്യം പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അപ്പൊ ഈ പാസ്റ്ററിന് അറിയാം അവരിയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്തെങ്കിലും പുതിയ ഉണ്ടാവുന്നത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ പാസ്റ്റർ പ്രത്യേകം ആലോചിച്ചിട്ട് വരും, ഇന്ന് എന്ത് പുതിയ കാര്യം പറയേണ്ടത്. അപ്പൊ പുള്ളി ഒരു കാര്യം കണ്ടുപിടിക്കും, ഒരു വാക്ക്, ആ വാക്കിന് ഇങ്ങനെ വായിക്കുന്നത് വാക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ തലയിൽ കുത്തി നിർത്തി എന്ന് വേണ്ട. ഞാനത് എൻ്റെ മനസ്സിലൊരു ചിന്തയുണ്ട്, അതുകൊണ്ട് ഞാനിത് പറഞ്ഞത്. അത് ഞാൻ അങ്ങനെ തന്നെ വെളിപ്പെടുത്തി പോയാൽ അപകടമാകും, റെക്കോർഡ് കൂടെ ആവുന്നുണ്ട് എന്നുള്ളത് ഞാനത് പറയുന്നില്ല. ഓക്കെ, കാരണം അങ്ങനെ പറഞ്ഞാൽ കൂടുതൽ വ്യക്തമായാൽ അത് ശരിയാവും. അപ്പോൾ പുതുമകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമുക്കറിയില്ല, അപ്പോസ്തലനായ പൗലോസ് അഥേനയിൽ ചെന്ന് പ്രസംഗിക്കാൻ നേരത്ത് അവിടെയുള്ള അഥേനക്കാർ ചിന്തിച്ചു, ഈ പുള്ളിക്കാരൻ ഇന്ന് പുതിയ കാര്യമാണ് പ്രസംഗിക്കാൻ പോകുന്നത്, ഞാൻ കേൾക്കട്ടെ എന്നാണ്. അപ്പൊ പുതുമകൾക്ക് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ നമ്മൾ ഈ വചനമൊന്നും പറഞ്ഞാലൊന്നും കാര്യമില്ല. ഈ വചനമൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ മതി, തുറന്നു വചനമൊക്കെ തുറന്നു വെച്ചിട്ട് എന്തെങ്കിലും കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകളെ അങ്ങ് ആവേശത്തിൽ നിർത്തുന്ന കാലത്തിലേക്ക് പോകുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സഹോദരൻ പോൾ രാജു വന്നപ്പോൾ പറയുകയാണ്, സാറേ അവരുടെയൊക്കെ നാട്ടിൽ കാണുന്നത് ചുമ്മാ മോട്ടിവേഷണൽ സ്പീച്ചാണ്, അല്ലാണ്ട് ദൈവവചനത്തിന് സത്യസന്ധമായി പഠിപ്പിക്കണമെന്നല്ല. മോട്ടിവേഷണൽ സ്പീച്ച് നിങ്ങളാണല്ലേ മോട്ടിവേഷണൽ സ്പീച്ചുകളൊക്കെ, വലിയ പ്രഭാഷണങ്ങളിൽ ആളുകൾക്ക് ഇങ്ങനെ പ്രചോദനം ഉണ്ടാക്കുന്ന പ്രഭാഷണങ്ങൾ കേൾപ്പിക്കലാണ് പാസ്റ്റർമാരുടെയൊക്കെ പണി. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് പോകും, ദുരുപദേശങ്ങൾ പെരുകും, വചനത്തെ കൂട്ടിക്കളയും, ജനത്തിന് വചനം കേൾക്കുന്നതിൽ താല്പര്യം എന്തായിരിക്കും, കഥകൾ കേൾക്കാനുള്ള താല്പര്യം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ. 1, വേഗത്തിൽ നമ്മൾ ഒരുങ്ങണം. ഇത് കേട്ടതിന്റെ പിന്നിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ്, നമ്മൾ ഒരുങ്ങുക. നമ്മളൊരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നത് പോലെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചിന്തകൾ കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആദ്യമായിട്ട് നമ്മൾ ഒരുങ്ങണം. നമ്മുടെ യാത്ര ആരംഭിക്കുവാൻ സമയമായി. യാത്രയ്ക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുക്കുന്നത് പോലെ നമ്മൾ ഒരുങ്ങുക. മത്തായിയുടെ സുവിശേഷം 24:44, എബ്രായർ 11:17 അവിടെയെല്ലാം നമ്മൾ കാണുന്നു ഗെറ്റ് റെഡി, ഒരുങ്ങിക്കൊള്ളുക എന്നുള്ള ആഹ്വാനം നമ്മൾ അവിടെ കാണുന്നു. അടുത്തത് സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. നമ്മൾ ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. കർത്താവ് വരുമെന്ന് പറഞ്ഞിട്ട് എന്താ വരാത്തെ എന്ന് വിചാരിച്ച് മടുത്തു പോകരുത്. ഈ അടുത്തിടങ്ങളിലൊക്കെ ഒരുപക്ഷെ വിശ്വാസികൾ ഉള്ളങ്ങളിൽ ആഗ്രഹിച്ചു പോകുന്ന കാര്യം ഉണ്ടാകാം, കർത്താവെ ഒന്ന് വേഗം വരണമേ അല്ലേ. നമ്മൾ പണ്ട് ഒരു ഇതായിട്ട് പറയുന്നു, ആമേ കർത്താവേ വരണമേ എന്ന് പറയുന്നു. അത് ഇങ്ങനെ യോഗത്തിന്റെ അവസാനം പറയുന്ന വാക്കുമാണ്. എന്നാൽ നിങ്ങളുടെ ഏകാന്തതയിലോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടില്ലേ കർത്താവ് വേഗത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന്? ആ ചിന്ത, ആ ആഗ്രഹം പല ഭക്തന്മാരുടെ മുന്നിൽ വർദ്ധിച്ചു. ഓക്കെ, അതൊരു ലക്ഷണം കൂടിയാണെന്നാണ് അതിനുള്ളത്. കർത്താവിന്റെ വരവിന് മുന്നോടിയായിട്ട് തൻ്റെ പ്രിയ മക്കളിൽ കർത്താവിന്റെ വരവ് ആകാനായിട്ട് ആഗ്രഹം വർദ്ധിക്കും. പണ്ട് കാലത്തുണ്ടായതിനേക്കാൾ ആഗ്രഹം പ്രിയനോട് ചേരാൻ നമുക്ക് ആഗ്രഹം കൂടുതൽ ഉണ്ടാകും. അത് യഥാർത്ഥ ഭക്തിയുടെ ഒരു ലക്ഷണം കൂടിയാണ്. കർത്താവിന്റെ വരവ് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ, കർത്താവിന്റെ വരവ് ഉടനെ ആയിരുന്നുവെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റൂട്ടിൽ തന്നെയാണ്, നിങ്ങൾ യഥാർത്ഥ ട്രാക്കിൽ തന്നെയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. എബ്രായർ 10:36, 1 തെസ്സലോനിക്കർ 4:14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നാലെ വായിക്കുക. നന്ദിയോടെ കാത്തിരിക്കുക. ബി താങ്ക്ഫുൾ ടു ഗോഡ്. ഫിലിപ്പിയർ 3:20, ടൈറ്റസ് 2:13 നന്ദിയോടെ കാത്തിരിക്കുക. 4, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക.
ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക. കർത്താവ് വരുന്ന ശേഷം മടിയന്മാരായിട്ട് വീട്ടിലിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല, എൻ്റെ പപ്പ പണ്ട് വീട് പണിയാതിരുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു. ഓക്കെ, അപ്പൊ വീട് പണിയെ കുറിച്ച് പപ്പയൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ കർത്താവ് പോയി പിന്നെ വീട് പണിയുന്നതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ചിന്താഗതി കഴിഞ്ഞിട്ട് 10-15 വർഷമായിരുന്നു. ഓക്കെ, കർത്താവ് വരുമ്പോൾ വരട്ടെ, അത് കർത്താവിന്റെ സമയത്ത് വേണ്ടി നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മൾ നോർമലായിട്ട് ജീവിക്കുക. ഓക്കെ, പ്രത്യാശയും വിശ്വാസവും സ്നേഹവും കൈവിടാതെ നോർമലായിട്ട് ജീവിച്ചു കൊടുക്കുക. ആ നോർമൽസിയും കർത്താവിന്റെ കൈവിടരുത്, അത്രേ ഉള്ളൂ. നോർമലായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ചെയ്യേണ്ട ജോലികളും കാര്യങ്ങളും പ്രവർത്തികളും ഒക്കെ തുറന്നുകൊണ്ടേ പോകുക. നമ്മൾ പ്ലാൻ ചെയ്തുകൊള്ളുക, നോ പ്രോബ്ലം. വീട് വയ്ക്കാൻ പ്ലാൻ ചെയ്തുകൊള്ളുക. പക്ഷെ അതിന്റെ പേരിൽ കണ്ട് കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് ജീവിതം നശിപ്പിച്ചു കളയുന്നുള്ളൂ. നിങ്ങൾ പ്ലാൻ ചെയ്തുകൊള്ളുക. നിങ്ങൾ ജീവിക്കാൻ മറന്നു പോകരുത്, സന്തോഷിക്കാൻ മറന്നു പോകരുത്. പക്ഷെ ഭക്തന്മാരായി തന്നെ ജീവിക്കുക, ദൈവമക്കളായി തന്നെ ജീവിക്കുക, ദൈവത്തോട് ആരാധിക്കുക, ദൈവത്തിന്റെ നടത്തിപ്പുകൾ അനുസരിച്ച് പോയിക്കൊള്ളുക. ഓക്കെ, നോർമലായിട്ട് കാര്യങ്ങൾ നടക്കട്ടെ, ഉത്സാഹത്തോടെ പ്രവർത്തിക്കുക, സുവിശേഷം പറയുക. മത്തായി 24:46, 1 യോഹന്നാൻ 2:28 ഈ വാക്യങ്ങളെല്ലാം ഉത്സാഹത്തോടെ പ്രവർത്തിക്കാനായിട്ടുള്ള വാഗ്ദാനമാണ്. അവസാനമായിട്ട് മാനസാന്തരപ്പെടുക. ഓരോ ദിവസവും മാനസാന്തരപ്പെടണം. ഓക്കെ, മാനസാന്തരപ്പെടുക. പാപികൾ മാനസാന്തരപ്പെടണം, വിശ്വാസികൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. 2 പീറ്റർ 2 പത്രോസ് 3:9, അതുപോലെ വെളിപ്പാട് പുസ്തകം 3-4 അധ്യായം 2-3 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ സഭയോട് പറയുന്ന ഒരു ആഹ്വാനമുണ്ട്. എന്ത്? മാനസാന്തരപ്പെടുക. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും മാനസാന്തരപ്പെടണം. എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാൽ? നമ്മൾ എപ്പോഴും മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കണം. തെറ്റുകൾ തിരുത്തണം. തെറ്റായ വഴിയിലൂടെയാണ് ഞാൻ പോകുന്നതെങ്കിൽ അവിടെ നിന്ന് തിരിച്ചു വരണം. തെറ്റായ ജീവിതശൈലി ഉണ്ടെങ്കിൽ അത് മാറ്റണം. തെറ്റായ സംസാര രീതി ഉണ്ടെങ്കിൽ അത് മാറ്റണം. തെറ്റായ വീക്ഷണങ്ങളുണ്ടെങ്കിൽ അത് മാറ്റണം. തിരിഞ്ഞു നടക്കണം, തിരുത്തണം. തെറ്റുകളെ തിരുത്തുക, ശരിയായ വഴിയിലൂടെ സഞ്ചരിക്കുക, ശരിയായ സംഭാഷണങ്ങൾ നടത്തുക, ശരിയായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുക, ശരിയായ വീക്ഷണങ്ങൾ ഉണ്ടാക്കുക, ശരിയായ ആരാധന ഉണ്ടാക്കുക, ശരിയായിട്ടുള്ള കുടുംബജീവിതം ഉണ്ടാക്കുക, ശരിയായിട്ടുള്ള സാമൂഹിക ജീവിതം ഉണ്ടാക്കുക. ഇതിടയ്ക്കിടയ്ക്ക് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുക. എവിടെയെങ്കിലും താളപ്പുഴകൾ വന്നുപോയിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ പോരായ്മകളുണ്ടോ എന്ന് നമ്മളെപ്പോഴും ദൈവവചനമാകുന്ന കണ്ണാടിയുടെ മുമ്പാകെ വന്ന് നമ്മൾ പരിശോധിക്കുകയും ഈ അഴുക്കുകൾ നമ്മളിൽ നിന്ന് മാറ്റിക്കളയുകയാണ്. ഇതാണ് വിശ്വാസികളായ നമ്മൾ കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ വചനം നമുക്ക് ഒരു പ്രചോദനകരമായി തീരട്ടെ. കർത്താവ് വരാറായി, കർത്താവ് വേഗത്തിൽ വരും. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആശ്രയിക്കുന്ന, നമ്മൾ പ്രത്യാശിക്കുന്ന ആ ശുഭഭാഗം, ആ ശുഭദിനം ആഗതമായിരിക്കുകയാണ്, ആഗതമാകുകയാണ്. നമുക്ക് കർത്താവിന് വേണ്ടി ഒരുങ്ങാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.